ക്രിസ്തീയ ജീവിതം ഒരു വഴിയാത്രയോട് തുലനം ചെയ്തു. നമ്മുടെ കർത്താവ് രണ്ട് വഴിയെ പറ്റിയാ പറഞ്ഞു. ഒന്ന് നിത്യജീവനിലേക്കുള്ള വഴി, രണ്ട് നാശത്തിലേക്കുള്ള വഴി. നാശത്തിലേക്ക് പോകുന്ന വഴി വീതിയുള്ള വിശാലമായ വഴിയാ, അനേകര് ആ വഴിയിൽ കൂടി പോയിക്കൊണ്ടിരിക്കും. എന്നാൽ നിത്യജീവനിലേക്ക് പോകുന്ന വഴി വളരെ ഇടുക്കവും ഞെരുക്കവും, പോകുന്നവർ വളരെ ചുരുക്കമാണ്. ഞാൻ നിങ്ങളുമെല്ലാം നിത്യജീവന്റെ വഴിയിൽ കൂടി യാത്ര ചെയ്യുന്ന വീണ്ടെടുക്കപ്പെട്ട ദൈവമുണ്ട്. നമ്മുടെ പിതാക്കന്മാരാകുന്ന ഇസ്രായേൽ മക്കൾ 40 വർഷം അവര് യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ എല്ലാവർക്കും അങ്ങ് ചെല്ലുവാൻ സാധിച്ചില്ല. അത് ദൈവത്തിന്റെ കഴിവുകേട് കൊണ്ടല്ല, ദൈവത്തിന് പ്രാപ്തിയില്ലാഞ്ഞിട്ടുമല്ല. ഇന്നലെ ഞാൻ ഒരു കാര്യം സൂചിപ്പിച്ചല്ലോ, ഇവരുടെ നാവ് തന്നെ ആവശ്യം. അവര് പറഞ്ഞ് ഞങ്ങളെ മരിക്കാൻ കൊണ്ടുവന്നു വെക്കുകയാണ്. എന്നാ പിന്നെ അത് തന്നെ അങ്ങ് നടക്കട്ടെന്ന് പറഞ്ഞു. അപ്പോൾ നാവ് സൂക്ഷിക്കണം. ചെറിയ അവയവമാണ്, പക്ഷെ വലിയ. ഇവരെ ശരീരം കൊണ്ട് മിശ്രയും വിട്ടെങ്കിലും ഹൃദയം കൊണ്ട് ഇപ്പോഴും മിശ്രയുമില്ല. അതാണ് നമ്മൾ ഇന്നലെ വായിച്ച് നിർത്തിയത്. വായിച്ചു 7:38 അപ്പോസ്തല പ്രവൃത്തി. ഹൃദയം കൊണ്ട് മിശ്രയിമിലേക്ക് കൊണ്ടുവരും. ശരീരം കൊണ്ട് മിശ്രയും വിട്ടെങ്കിലും ഹൃദയം കൊണ്ട് ഇപ്പോഴും മിശ്രയുമില്ല. അങ്ങനെയുള്ള ധാരാളം ആൾക്കാര് ഈ കൂട്ടായ്മകളിലുണ്ട്. ശരീരം കൊണ്ട് മിശ്രയും വിട്ടു, പക്ഷെ ഹൃദയം കൊണ്ട് ഇപ്പോഴും മിശ്രയും. അതിന് ധാരാളം തെളിവുകൾ തിരുവചനത്തിലുണ്ട്. ഒന്നാമത്തെ തെളിവ് ഇവര് പറഞ്ഞ് നമുക്ക് അവിടെ ശവക്കോട്ട ഇല്ലായിട്ടാണോ നമ്മളെ ഇവിടോട്ട് കൊണ്ടുവന്നത്. 14-ാം അധ്യായത്തിന്റെ 11 വായിച്ചോ പുറപ്പാട്. മിസ്രയീമിൽ അങ്ങനെ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടാണോ? മിസ്രയീമിൽ ശവക്കുഴി. അപ്പൊ ഈ ശരീരം കൊണ്ട് മിശ്രയും വിട്ടു പോകുന്നെങ്കിലും ഹൃദയം കൊണ്ട് ഇപ്പോഴും മിശ്രയും. മിസ്രയീമിൽ ശവക്കുഴി. ഈ മിസ്രയീമിലെ ശവോടക്കം എന്നൊക്കെ പറഞ്ഞ വലിയ ഹേമമാണ്, വലിയ അടക്കമാണ്. അപ്പൊ അത് നമ്മുടെ ആൾക്കാരും കണ്ടുപിടിച്ചിരിക്കുക. പിള്ളേര് അമേരിക്കയിൽ ഒന്നും ഇല്ലെങ്കിലും തന്നെ 2 ദിവസം മോർച്ചറി അല്ലേ രീതിയായി വന്നു. മരിച്ച ഉടനെ അടക്കുന്ന വിഷയമല്ല, ഏത് മോർച്ചറിലാണ്. വെളിയിൽ ആരുമില്ല, എല്ലാരും ഉണ്ട്. അപ്പൊ ഈ അടക്കം അത് വലിയ ക്ഷേമമാക്കി വന്നിരിക്കുകയും സ്തേഫാനോസിനെ ഭക്തിയുള്ള പുരുഷന്മാർ ചേർന്ന് അടക്കുക. അത് നല്ലതാണ്. ഇന്ന് ഭക്തിയുള്ളവരാണോ ചേർന്ന് അടക്കുന്നത്? ചിലയിടത്തൊക്കെ അടക്കത്തിന് എന്നാൽ മണം കൊണ്ട് നിൽക്കാൻ തോന്നും. എന്തോ മണമാണെന്നറിയായിരിക്കുമല്ലോ. വെട്ടിയെ പിടിക്കുന്നതിനും കുഴി വെട്ടുന്നതിനും ചിലരെ ഈ ഇത് തൂക്കാനായിട്ട് തന്നെ വരുന്ന ആൾക്കാരുണ്ട്. ഏതാ മൊബൈൽ മോശം അവര് തീർച്ചയായിട്ടും അതിന് വന്നതാണ്. ടിഷ്യൂ പേപ്പറുമായിട്ട് അങ്ങനെ നിൽക്കുക.
ഈ വല്യപ്പൻ ജീവിച്ചിരുന്ന മുഖം ഒന്ന് കൊടുത്തു കൊടുക്കാത്തവർ. അവൻ രാവിലെ 5:30 മുതൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഈ അപ്പനെ ഈ അമ്മ ജീവിച്ചിരുന്നപ്പോ നന്നായിട്ട് വിയർത്തതാ, തുടയ്ക്കാൻ ഒറ്റ ഒരുത്തരും ഇല്ല. ഇപ്പൊ ഇവനും ഭാര്യയും കൂടെ അവൾ അപ്പുറം ഇരിക്കുന്നു, ഇവനപ്പുറം നിങ്ങളതൊന്നും കണ്ടിട്ടില്ല. നിങ്ങളും തുടച്ചേച്ചിരിക്കുക. പിന്നെ കുഴപ്പമില്ല. ചിലര് അന്ത്യോന്നത്തിന് തന്നെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. ജീവിച്ചിരുന്നപ്പം ഒരു ഉമ്മ കൊടുത്തിരുന്നെങ്കിൽ പുള്ളി 2 കൊല്ലം കൂടെ ജീവിച്ചിരുന്നേ. ആ ഭാഗത്തേക്ക് ഞാനിപ്പോ പോകുന്നുണ്ട്. ചിലക്കങ്ങ് നിർബന്ധ ബുദ്ധിയുള്ളവരുണ്ട്. ഞാൻ കൊടുത്ത തുണി വേണം ഏറ്റവും മേളിൽ, ഞാൻ കൊടുത്ത തുണി വേണം പെട്ടിയുടെ അടിയിൽ. അങ്ങനൊക്കെ നിർബന്ധ ബുദ്ധിക്കാരുണ്ട്. ഈ തുണി വേണം മൂടാൻ. ജീവിച്ചിരുന്നപ്പോ ഒരു തൂവാല പോലും കൊടുക്കാത്ത അപ്പൊ ഇങ്ങനെയുള്ള ധാരാളം ആൾക്കാരുണ്ട്. അപ്പോൾ മിസ്രയീമിൽ ശവക്കുഴി ഇല്ലായിട്ടാണോ? ഒന്നുകൂടെ വായിച്ച 11-ാം വാക്യം. മിസ്രയീമിൽ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടോ? അപ്പൊ ഈ മിസ്രയീമിൽ നിന്ന് ഇവരെ ശരീരം കൊണ്ട് ഇങ്ങോട്ട് പോകുന്നെങ്കിലും ഹൃദയം ഇപ്പോഴും മിസ്രയീമിൽ. ഈ ശവോടത്തിന്റെ വിഷയത്തിലൊക്കെ പ്രശ്നം. രക്ഷിക്കപ്പെട്ടവൻ അല്ലെങ്കിൽ ഗുണപ്പെട്ടവൻ എവിടെ അടക്കിയാലും വിഷയം കാകളം വിളിക്കുമ്പോൾ ഉയർത്തുക. ഗുണം പിടിക്കാത്തവനെ എവിടെ കൊണ്ടടക്കിയാലും. ആദിമ നൂറ്റാണ്ടിലെ ഭക്തന്മാർക്കൊന്നും നല്ല അടക്കം കിട്ടിയിട്ടില്ല. അഗ്നിക്ക് ഇരയായി പോയവരുണ്ട്. വന്യമൃഗങ്ങൾക്ക് അടിച്ചു കീറി അങ്ങനെ മരിച്ചവരുണ്ട്. കൂട്ടിയിട്ട് കത്തിച്ചവരുണ്ട്. ദൈവമക്കളെ ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും ആരുമില്ലായിരുന്നു. അങ്ങനെയൊക്കെ ലക്ഷക്കണക്കിന് വിശുദ്ധന്മാര്, അവർക്കൊന്നും നല്ല അടക്കമൊന്നും കിട്ടിയതാണ്. പക്ഷെ ഉയർപ്പിന്റെ സമയത്ത് അവരെല്ലാം പുത്തൻ ശരീരത്തോടെ വരും. അപ്പൊ ആരടക്കുന്നു, എവിടെ അടക്കുന്നു എന്നുള്ളതല്ല വിഷയം. നമ്മുടെ അന്ത്യം ആയിരിക്കും എന്നുള്ളത്. നല്ല അന്ത്യം പ്രത്യാശയോടാണോ പോയത്? കല്ലെടുത്ത് ഏറ് കിട്ടിയ സ്തേഫാനോസ് മരിക്കുന്നത് ഇപ്പോഴും മുഖം ദൈവത്തോടിന്റെ മുഖത്ത് സ്വർഗം തുറന്നപ്പനെ എഴുന്നേറ്റ് സ്വീകരണം. ഇതൊക്കെ മരിക്കുന്ന സമയത്ത് തുറന്നു. ഇവിടെ പലരും അതൊന്നും അല്ല കാണുന്നത്. ഞാൻ പറയുന്നു, നല്ല അടക്കം കിട്ടുന്നത് അതല്ല വിഷയം. നമ്മുടെ ഒടുക്കം എങ്ങനെയാണെന്നുള്ളത്. ഞാൻ ദൈവമക്കളോടൊക്കെ പറയാറുണ്ട്, ഇപ്പം സഭയ്ക്ക് സെമിത്തേരി ഇല്ല, എൻ്റെ സ്ഥലമില്ല, വീട്ടിലെ സ്ഥലമൊക്കെ ഓരോന്നും നടത്തിയത് ഈ പാരമ്പര്യം കിടക്കുന്നത് കൊണ്ടാണ് പ്രത്യേക നല്ലൊരു സെമിത്തേരിയൊക്കെ വേണം വിചാരിക്കുന്നത്. നേരത്തെ നിന്നെടുത്ത് വാങ്ങുന്നുണ്ട്. അതുകൊണ്ടായി നിർബന്ധം കിട്ടി സെമിത്തേരി വേണം, കല്ലറ വേണം, ഉപയോഗിച്ചു. വീടിൻ്റെ ഇവിടെ സ്ഥലമുണ്ട്. തിരുവനന്തപുരം സൈഡിലൊക്കെ അങ്ങനെ ധാരാളം ശുശ്രൂഷകൾ ചെയ്യും. നിർബന്ധ ബുദ്ധിയൊന്നും ഉള്ളവരെ. പക്ഷെ അങ്ങോട്ടൊക്കെ അങ്ങ് നിർബന്ധ ബുദ്ധി. അത് ഈ പള്ളിയിൽ നിന്ന് പോകുന്നെങ്കിലും അകത്തിൽ നിന്ന് പള്ളി പോയിട്ടില്ല. അത് വെച്ചുകൊണ്ടായി പൊതുവെ പാടുന്നത്.
അപ്പൊ ശരീരം കൊണ്ട് ഇവരും മിശ്രമെങ്കിലും ഹൃദയം കൊണ്ട് ഇപ്പോഴും മിശ്രയുമില്ല. വലിയ അടക്കം, ആർഭാടം, ഇതൊക്കെ മിശ്രയുമില്ല. അതിലെ യാക്കോബിനെ അടക്കാനായിട്ട് അങ്ങോട്ട് കൊണ്ടുപോയപ്പോൾ ഭയങ്കര ബഹളമാണ്. ഇസ്രയേലിലെ കോവിൽ അധികാരികൾ വരെ വന്നു, സകല ഓഫീസേഴ്സും ഉണ്ട്. ഈ യാക്കോബിന്റെ അടക്കം വലിയ വിലാപയാത്ര. അപ്പൊ യാത്ര ഇങ്ങനെ വന്ന ഹോരൻ കപ്പൂക്കി വന്നപ്പോൾ അവിടുത്തുകാർ പറയുന്നത് കണ്ടിട്ട് ഇസ്രയേലില് അവരുടെ വിലാപയാത്ര പോലിരിക്കുന്നു. ഇസ്രയേലിയുടെ അത് പ്രത്യേക ക്ഷേമമാണ്, ക്ഷേമപ്പെട്ട അടക്കമാണ്. സ്തോത്രം. ഞാൻ ദൈവത്തിന്റെ വചനത്തിന്റെ ചില കാര്യങ്ങള് ഇങ്ങനെ ധ്യാനിക്കുകയും ദൈവദാസന്മാര് പറയുന്നത് കേട്ടും പഠിച്ചിട്ടുണ്ട്. ഈ ഇസ്രയേലിലെ അടക്കത്തെ പറ്റി കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ സഭയിലെ ഒരു ദൈവദാസന് ക്ലാസ് എടുത്തപ്പോൾ ആ കാര്യം വളരെ സൂചിപ്പിച്ചു. ഫറവോനെയൊക്കെ അടക്കുന്നത് പുതിയ പിരമിഡുകൾ. ഇപ്പൊ നിലവില് വലിയ പിരമിഡുകൾ ക്ഷേമപ്പെട്ടതുണ്ട്, 2-3. അപ്പൊ പിരമിഡിന് ഇവരെ അടക്കുന്ന ഫറവോനെ അടക്കുന്നതാണ്. വെറുതെ ഒന്നും അല്ല അടക്കുന്നത്. ഇന്ന് നമ്മളിവിടെ കൊണ്ട് അടക്കം പോലെ അല്ല. ഈ അടക്കുന്നതിനകത്ത് അവര് മരിച്ചു കഴിയുമ്പോൾ ആ കട്ടിലോടുകൂടിയാ ഇത് മാറ്റുന്നത്. അവിടുന്ന് മാറ്റത്തിൽ കിടക്കുന്ന അവിടെ തന്നെ പണിയില്ല. അതിനകത്ത് സ്വർണവും വെള്ളിയും രത്നം ഒക്കെ ഇവർക്ക് കഴിക്കാൻ അവരുടെ വിശ്വാസം, ഇസ്രയേലിന്റെ വിശ്വാസം അനുസരിച്ച് ഭക്ഷിക്കാനുള്ളതെല്ലാം അവിടെ കൊണ്ട് ഇതിനകത്ത് കൊണ്ട് വെച്ചേക്കും. എല്ലാം ഈ ഉണക്കമുന്തിരി, അപ്പി, അങ്ങനെയുള്ളത് ഫ്രൈ ആയിട്ടുള്ള ഫ്രൂട്ട്സ് എല്ലാം കൊണ്ടുവെക്കും. അവർ മരിക്കുന്നില്ലെന്ന് അവരുടെ വിശ്വാസം. അത് കോടിക്കണക്കിന് വില മതിക്കുന്നുണ്ട്. ജീവിച്ചിരിക്കുന്നതിനേക്കാളും ചെലവാണ്. പിന്നെ ഇത്ര ദിവസം കൊണ്ട് ആ സുഗന്ധവർഗമെല്ലാം ഇത് ക്രമപ്പെടുത്തുന്നു. അകത്തിന് ഈ ആവശ്യമില്ലാത്തതെല്ലാം നനഞ്ഞിട്ടില്ല, മരുന്നിട്ട് നിറയ്ക്കും. 40 ദിവസമെന്ന് വാക്കുമൊക്കെ നടക്കും. അപ്പൊ അങ്ങനെ ഇതെല്ലാം ക്രമപ്പെടുത്തി ഭയങ്കര ക്ഷേമമായിട്ടാണ്. അപ്പൊ ജീവിച്ചിരിക്കുന്നതിനേക്കാളും വളരെ ഗംഗേമമാണ് അടക്കം. ഒരു ഭർവോനായിട്ടിരുന്ന് മരിച്ചു കഴിഞ്ഞാൽ അധികാര കസേര വന്ന് മരിച്ച ഇങ്ങനെയുള്ള അടക്കം. മോശെ ഫറവോന്റെ പുത്രിയുടെ മകനായിട്ടാണ് വളരുന്നത്. നല്ലൊരു കസേര കിടപ്പുണ്ട്. നിലവിലുള്ള ഫറവോൻ നാട് നീങ്ങിയാൽ ആ കസേരയെ മോശെ ഇരുന്ന് ഭരിക്കണം. അടക്കമൊക്കെ ഇങ്ങനെ ആയിരിക്കും. അപ്പൊ പക്ഷെ മോശയ്ക്ക് അത് താല്പര്യമില്ല, അതെല്ലാം വിട്ടേച്ച് ചെയ്യാറുണ്ട്. ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്നത് നിരസിച്ച് ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. പ്രതിഫലം നോക്കിയതുകൊണ്ട്. അപ്പൊ അതിനെ പറ്റി വേറെ പുസ്തകം നമ്മൾ പഠിച്ചു വരുമ്പോൾ ഇതെല്ലാം മോശ ഇതെല്ലാം വിട്ടേച്ച്. മോശ ആരാ? ഒന്ന്, ആരോഗ്യമുള്ളവർ. തുടക്കത്തിലെ വായിച്ച സൗന്ദര്യം, നല്ല സൗന്ദര്യമാണ്. മോശയുടെ സൗന്ദര്യത്തെ പറ്റി 3 പറഞ്ഞു. സുന്ദരൻ, സൗന്ദര്യമുള്ളവൻ, ദിവ്യ സുന്ദരൻ. കുഞ്ഞ് ജനിച്ചപ്പോ തന്നെ ഒരു ഡിവൈനായിട്ടൊരു അന്തരീക്ഷം കണ്ടു. ദിവ്യ സുന്ദരൻ. പ്രത്യേകം അതുകൊണ്ട് കൊല്ലാൻ തോന്നി. ഭയങ്കര സൗന്ദര്യം. നമ്മളെ പോലെ ഒന്നുമല്ല. നമ്മള് എന്തെല്ലാം ഒരുങ്ങിച്ചാ ഈ പരുവത്തിരിക്കുന്നത് മനസ്സിനൊരു സന്തോഷമൊക്കെ ഒത്തില്ലെന്ന് പറഞ്ഞായിരിക്കുന്നത്. അതാ ഈ മുഖമല്ല ഇങ്ങനെ ഇരിക്കുന്നത്. ഇതെല്ലാം കാട്ടുകൂട്ടി വെച്ചിട്ട് ഇട്ട ഡ്രസ്സും ബോധിക്കുന്നില്ല. ഇവര് പാട്ടുകാരൻ നിൽക്കുക, എന്നിട്ടും ചോദിക്കും. അതാ കുറച്ചുകൂടെ ഇരിപ്പിനാണ് പറഞ്ഞ ഒരു സന്തോഷമൊന്നുമില്ല. ഇതെല്ലാം ഒപ്പിച്ച് എത്ര നേരം എടുത്തിട്ടില്ല, ഇങ്ങനെ ഒരു സന്തോഷമൊന്നും ആരുടെയും കുഴപ്പമില്ല. നമ്മളെല്ലാം അങ്ങനെ എന്ത് ബന്ധപ്പെട്ടു. പക്ഷെ മോശെ ജനിച്ചപ്പോഴേ ദിവ്യ സുന്ദരന്. ഒന്ന്, ഭയങ്കര സൗന്ദര്യം. 2, നല്ലൊരു കുടുംബത്തിൽപ്പെട്ടവന്.
ലേവി കുടുംബത്തിൽ ലേവി ന്യായമായിട്ട് ചിന്തിച്ചാൽ നല്ലൊരു 3 നല്ല വിദ്യാഭ്യാസമുണ്ട്. മോശ മിസ്രൈമരുടെ സകല ജ്ഞാനവും അഭ്യസിക്കുന്നു. നല്ല വിദ്യാസമ്പന്നന്, സൗന്ദര്യം, കുടുംബ വിദ്യാഭ്യാസം, നല്ല ആരോഗ്യവും. ഒറ്റ അടിക്കാം ഒരു മിസ്രൈമിനെ, നല്ല ആരോഗ്യം. 5 സ്പോർട്സിനൊക്കെ മിടുക്കന. കാരണം ഒറ്റ ഓട്ടത്തിന് ക്രിസ്ത്യാനി വന്നെന്നുള്ളത്. മോശ സ്പോർട്സിന് പോകാൻ ട്രോഫി ആയിട്ട് ചൈനയും വിഷയമൊന്നും പുള്ളിയോടൊപ്പം ഒരൊക്കെ സ്പീഡ് അടിച്ച് ഒറ്റ ഓട്ടം ഓടുകയുള്ളൂ. നല്ല സ്പോർട്സിനൊക്കെ പറ്റിയ ആൾ. 6 നല്ലൊരു കസേര കിടപ്പുണ്ട്, ഫറവോന്റെ സിംഹാസനം. നിലവിലുള്ള ഫറവോൻ നാട്ടിൽ നീങ്ങിയാൽ ഇദ്ദേഹത്തിന് കസേരയിൽ ഇരിക്കാം. 6 നല്ല കസേര. 7 എവിടെ ചെന്നാലും ആൾക്കാർക്ക് ബഹുമാനം ഉണ്ട്. കാരണം ഫറവോന്റെ പുത്രികയുടെ മകനായിട്ടാണ്. ഒരു സീറ്റ് ഉറപ്പാണ്. ഫറവോന്റെ പുത്രികയുടെ മകൻ എന്ന് പറഞ്ഞാൽ ചെറിയ പദവിയാണ്. ഇപ്പോഴത്തെ എന്റെ ഭാഷ പറഞ്ഞ അമേരിക്കൻ പ്രസിഡന്റ് വന്നാൽ എങ്ങനെ സ്വീകരിക്കുക മനസ്സിലാകാൻ പറഞ്ഞത്. 9 മിസ്രൈമിലെ സകല നിക്ഷേപങ്ങളുടെ ഉടമസ്ഥനാണ്. മിസ്രൈമിലെ നിക്ഷേപം അങ്ങനെ എന്തെല്ലാം വിശേഷതയുണ്ട്. ഈ പറയപ്പെട്ടത് ഒന്നുമില്ലാഞ്ഞിട്ട് നമ്മുടെ ഇരിപ്പും അഹങ്കാരവും നിങ്ങൾ തന്നെത്താൻ ശോഭന ചെയ്തു. വേണ്ട വിധത്തിൽ സൗന്ദര്യമില്ല, വേണ്ട വിധത്തിൽ വിദ്യാഭ്യാസവും എല്ലാവർക്കും ഇല്ല. ഒരു തരത്തിലാണ് എഴുതിയെടുത്തത്. ചെല്ലു പറഞ്ഞു കേട്ടോ, ഞാൻ ഒരു തരത്തിൽ നമ്മളൊരു പഞ്ചായത്ത് മെമ്പറിന്റെ കസേരയ്ക്ക് എന്ത് ബന്ധപ്പെടുക, അല്ലെ മുനിസിപ്പാലിറ്റിന്റെ ഒരു മെമ്പറാകാം, കൗൺസിൽ മെമ്പറാകാം, എന്ത്. ഇത് മോശ നല്ലൊരു കസേര, നല്ല ആരോഗ്യമുണ്ട് മോശയ്ക്ക്, നല്ല ആരോഗ്യമാണ്. അതിൽ ഒറ്റയടിക്ക് പോകുന്നത് നമുക്ക് വണ്ടിയിലോട്ട് കയറാൻ തന്നെ പേരെന്തോ ആരോഗ്യ സ്വാമി. വണ്ടിയെ കയറണേ 2 പേര് പിടിച്ചു വേണം. പേര് പോലെ അല്ലല്ലോ ചിലത്. പിള്ളേരുടെ നേരെ ഭയങ്കര ഈറ്റപ്പുലി പോലെ ചെല്ലുന്ന സ്ത്രീകളുണ്ട്. പേരെന്താണ്? ശാന്തം. പേര് ഭർത്താവിനെ ഒറ്റയടിക്കാ താഴെ ഇടും. പേരെന്ന? സ്തോത്രം. അത് ഞാനൊന്നും പറയുന്നില്ല. മോശയ്ക്ക് ഇങ്ങനെയുള്ള ഒത്തിരി വിശേഷതകളുണ്ട്. പക്ഷേ താനിതെല്ലാം എന്റെ ഭാഷയാണ്. പൗലോസ് പറഞ്ഞതുപോലെ ചപ്പം കലർന്നു ദൈവജനത്തോട് കൂടെ കഷ്ടം അനുഭവിക്കുന്നത് വരുന്നു. ഇന്ന് രാത്രി നമുക്കും അങ്ങനെ ഒരു തീരുമാനം എടുക്കണം. അതിന് കാരണം പറയാം. മോശയ്ക്ക് മനസ്സിലായി ഈ കുടുംബശ്രേഷ്ഠതയൊന്നും നിത്യതയിലെത്തിക്കത്തില്ല. ഈ കുടുംബശ്രേഷ്ഠ പറയുന്നത് ഞങ്ങൾ ഇന്ന കുടുംബത്തിലാണ്, അത് കാശും പുത്തൊന്നും ചുറ്റുപാട് കൊണ്ടേ ഉള്ളൂ, അല്ലെ നിന്നെ ഒന്നും മൈൻഡ് ചെയ്തിട്ടില്ല. കുടുംബം അവിടെ അങ്ങനെ പോയി പമ്മി ഇരുന്ന് പിന്നെ ഉച്ചയ്ക്ക് വല്ലതും കിട്ടുകയാണെപ്പോഴത്തേക്ക് പറഞ്ഞുകൊണ്ടിരിക്കാം, ഞങ്ങൾ ഇന്ന കുടുംബത്തിൽപ്പെട്ടതാണ്, ഞങ്ങളെ അറിയാമോ, പട്ടംതാണുമുള്ള ഞങ്ങളുടെ ഉപ്പാപ്പന.
ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാന്നേ ഉള്ളൂ. അല്പം ചുറ്റുപാടും സാമ്പത്തികം ഒക്കെ ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് സ്വന്തം സഹോദരങ്ങളെ പോലും മൈൻഡ് ചെയ്യാതെ വരുന്നു. കാരണം അവിടെ ഒപ്പത്തിനൊപ്പം ഇല്ലാത്തത് കൊണ്ട് ലോകമാണ്. പക്ഷെ ഇതിന്റെ നടുവിൽ നീ ദൈവത്തെ ആരാധിച്ചു. കുടുംബശ്രേഷ്ഠത ഒന്നും വലിയ കാര്യമുള്ളതല്ല. സൗന്ദര്യം അത് പുഴു പോലെ ചെയ്യിക്കുന്നതാണ്. എത്രയോ പേരെ എനിക്കറിയാം, നിങ്ങൾക്കും അറിയാം. മിടുക്കിയായിട്ടും മിടുക്കനായിട്ടും ഒക്കെ നടന്ന അവസാനം ചില രോഗത്തിനൊക്കെ വഴിപ്പെട്ട് നമ്മൾ കാണാൻ നമുക്ക് തന്നെ ദൈവം അവർ തന്നെയാണ്. സങ്കടം തോന്നാറുണ്ട്. ദൈവം അവരെ സൗഖ്യമാക്കട്ടെ, പിടിപ്പിക്കട്ടെ, അങ്ങനെയുള്ള അസുഖമാർക്ക് വരാതിരിക്കട്ടെ. പക്ഷേ വിധിച്ചതല്ല. ഇത് കാണുമ്പോൾ നമ്മളും ഈ സൗന്ദര്യത്തിൽ ഒന്ന് പ്രശംസിക്കും. കാരണം നമുക്ക് തോന്നുന്ന സമയം എങ്ങനെ ജീവിച്ച ആളാണ് ഇത്രയുള്ള മനുഷ്യന്റെ ഗതി. സാമ്പത്തികമായിട്ട് നല്ല ഭദ്രതയുള്ള ആൾക്കാരെ അറിയാം. പക്ഷെ ക്ഷയിച്ച് അവസാനം അഷ്ടിക്ക് പോലും വകയിൽ എത്രയോ പേരുടെ മുന്നിൽ കൈ നോക്കാം. അപ്പൊ ഇവിടുത്തതെല്ലാം താൽക്കാലികമാണ്, നിലനിൽക്കുന്നതല്ല. മിസ്റ്റർ കേരള ജൂഡോ ഇപ്പൊ നടക്കണമെങ്കിൽ 2 പേര് വേണം. പഴയ ആളാന്ന് പറഞ്ഞിട്ട് തന്നെ എനിക്ക് ഒരു ആളെ പരിചയമുണ്ട്. പേര് ഞാനൊന്ന് മാറ്റി പറയാം. പേരൊന്ന് മാറ്റി പറയാം. ഞാൻ പറയുന്ന പേരല്ല, എന്നാ ഏകദേശം അതിനോട് ഒക്കുന്ന പേരില്ല. നല്ല ആരോഗ്യമായിരുന്നു. ആ വസ്തികയിൽ ഇരുന്നപ്പള്ളി ആരെ കണ്ടാലും പുള്ളി ഇടിക്കും. അതിന് നാട്ടുകാരുടെ പേരാ ഇടിയല്ലോ. ദേവിയിൽ തന്നെ ഞാനും വിടുക. അവസാനം ഒരിക്കൽ ഞാൻ കണ്ട് പുള്ളി പോവുക. അന്ന് ചുമ്മാ മഴിയ പോകുന്ന കൊച്ചുങ്ങളെ കളിയാക്കാം. വഴിയെ പോയവര് അപ്പം ഇങ്ങനെ ചോദിച്ചിട്ട് പുള്ളി അറിയത്തില്ല. നടക്കാൻ വയ്യ. അപ്പൊ ആരോഗ്യം അതിലൊന്നും ഞെളിയരുത്. ഒരു ചെറിയ അസുഖത്തിനുള്ളതേ ഉള്ളൂ. ദൈവത്തിന് മഹത്വം. മോശയ്ക്ക് വിദ്യാഭ്യാസം ദൈവം തരുന്ന ജ്ഞാനം ഉള്ളത് കൊണ്ടല്ലേ. ഭയങ്കര വിദ്യാഭ്യാസമുള്ള ആൾക്കാരുണ്ട്. അത് നല്ലതാ, വിദ്യാഭ്യാസം നല്ലതാ, നന്നായിട്ട് വിദ്യാഭ്യാസിക്കാം. ഞങ്ങൾ ഇന്നലെയും അദ്ദേഹമായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, വിദ്യാഭ്യാസം അത്യാവശ്യം, വിശേഷിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളല്ല. അദ്ദേഹം ആ കാര്യമൊക്കെ നന്നായിട്ട് സംസാരിക്കുന്നയാളാ. ഞാനും അത് അവസരം കിട്ടുന്നിടത്തെല്ലാം ഈ കാര്യം പറയും. വിദ്യാഭ്യാസം വളരെ അത്യാവശ്യം, നന്നായിട്ട് വിദ്യാഭ്യാസം. കുഞ്ഞുങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കണം. ഞാൻ ലൈവ് ഉള്ളത് കൊണ്ട് എനിക്ക് എല്ലാം ഒന്നും പറയാനൊക്കത്തില്ല. അമേരിക്കക്കാർ മിക്കവരും വന്ന് ഞങ്ങളുടെ അവിടെ കാർത്തികപ്പള്ളി, ചിങ്ങോലി എല്ലാം പോയി അവിടെ കിടക്കുക. മിക്കവരും ഈ കുഞ്ഞുങ്ങളൊക്കെ
മോശെ എന്തെല്ലാം വിശേഷതയുണ്ട്. നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവൻ, ലേവി കുടുംബം. സൗന്ദര്യം, നല്ല സൗന്ദര്യം, നല്ല വിദ്യാഭ്യാസം, ആരോഗ്യം, കായബലം, കസേര, ഫറവോന്റെ സിംഹാസനം, ഇഷ്ടം പോലെ സമ്പത്ത്, അങ്ങനെ എന്തെല്ലാം വിശേഷം. പക്ഷെ ഇതെല്ലാം പുള്ളി വിട്ടേച്ച് ദൈവജനത്തോടു കൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. അപ്പൊ ഇങ്ങനെ തിരഞ്ഞെടുത്തിറങ്ങിയപ്പം കുടുംബക്കാരും ചാർച്ചക്കാരും അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരും സ്നേഹിതരും ഒക്കെ പല മണ്ടത്തരം കാണിക്കരുത്, അബദ്ധമൊന്നും കാണിക്കരുതൊക്കെ പറഞ്ഞു കാണാൻ മോശം ഒന്നും ഗണ്യമാക്കിയില്ല. ദൈവത്തെ കണ്ടറിഞ്ഞു, ദൈവം കൈവിട്ടില്ല. രണ്ട് കാര്യം ഇപ്പൊ പറയാം, ദൈവം മാനിച്ചതിന്റെ രണ്ട് കാര്യം. ഫറവോനെ അടക്കുന്ന വിധം പറഞ്ഞല്ലോ. സ്വർണവും വെള്ളിയും രത്നങ്ങളും ഒക്കെ ഈ കല്ലറെ കൊണ്ട് വെക്കും, അത് ആരും എടുക്കത്തില്ല. സ്വർണ്ണ പെട്ടിക്കകത്ത് അടക്കുന്ന, സ്വർണ്ണപ്പെട്ടി അതിനകത്ത് അടക്കണം. അപ്പൊ ഇങ്ങനെയുള്ള ഇതെല്ലാം വിട്ടേച്ചാ മോശ ഇറങ്ങി വന്നേ. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ, മോശയെ ആരാ അടക്കിയത്? വേദ പുസ്തക ചരിത്രത്തിൽ, ലോക ചരിത്രത്തിൽ ദൈവം ശവസംസ്കാരം നടത്തിയ വേറെ ആരും. സത്യത്തിന്റെ സാക്ഷികളായി ധീരതയോടെ മറ്റു വിഷയങ്ങളൊക്കെ ചപ്പന്നും ചവറന്നും എണ്ണി കർത്താവിന്റെ പിന്നാലെ വരുന്ന ദൈവമക്കളെ ദൈവം കൈവിടുകയല്ല, വിട്ടിട്ടില്ല. പക്ഷെ അതിനകത്ത് ഉഴപ്പ് കാണിക്കരുത്, വന്ന് ഉഴപ്പരുത്. ദൈവം അടക്കിയെന്ന്. ഇവിടെ ഒരു MLA വന്നാൽ ഉടനെ പാസ്റ്റർമാരെ എടുത്ത് ഇവിടെ മാറി നിൽക്കും. MLA കയറി വരുന്ന പ്രത്യേക കസാര, അതിനിടയ്ക്ക് ദൈവദാസന്മാരിക്കുന്നുണ്ട്. ഒരു തിരുമേനി വന്നാൽ ഉടനെ പ്രത്യേക കസാര. മനുഷ്യന്റെ രീതികൾ അങ്ങനെ. ജനപ്രതിനിധികളെ ബഹുമാനിക്കണം. എന്നാലും ആ ശുശ്രൂഷയെല്ലാം ആക്ഷേപിച്ച ഇത് ചിലര്. ഇത് ദൈവം മോശയെ അടച്ചു. ഇനി ഒരു ചിന്തയും കൂടെ പറയാം. സ്വർണ്ണപ്പെട്ടിക്കകത്ത് സ്വർണങ്ങളും രത്നങ്ങളും ഒക്കെ വെച്ച് അടക്കുന്നത്. മോശയെ ദൈവം ഉയർപ്പിച്ചതിനെ പറ്റി വേദപുസ്തകത്തിൽ ഒരു രേഖ കൊടുത്തിരിക്കുന്നതാണ്. ഈ ഏലിയാവിന്റെ കൈക്ക് വെള്ളം ഒഴിച്ച ആളാ എലീശ. 12 കാളെ വെച്ച് ഓടിക്കൊണ്ടിരിക്കുക. അവസാനം പുതപ്പെട്ട് കഴിഞ്ഞപ്പോൾ പുള്ളി കൂടെ പോയി. രണ്ടുപേരും ഇങ്ങനെ പിടിക്കപ്പിടിച്ച് നിൽക്കുക. ഇടയ്ക്കിടയ്ക്ക് ഏലിയ പറയുന്നുണ്ട്, പൊക്കോ, ഇനി ഇവിടെ നിന്നോ, ഞാൻ പോകും. നിന്നാണ് യഹോവയാണ്, എന്നോട് പോകാൻ പറയരുത്. ഇടയ്ക്കിടയ്ക്ക് പുള്ളി പറയുന്നുണ്ട്, പൊക്കോ, ഇവിടെ നിന്നോ, ഞാൻ പോവുക. ഗിൽഗാലിലും ബദേലിലും എരിഹോവിലും എലീശ പറഞ്ഞു, ഞാൻ പോകത്തില്ല. അങ്ങനെ രണ്ടുപേരും കൂടെ യോർദാന്റെ തീരത്ത് വന്ന് ഏലിയാവ് പുതപ്പെടുത്ത് അടിച്ച് യോർദാൻ രണ്ടായി വിഭജിക്കപ്പെട്ട് അക്കരെ കയറി ഇത്തിരി അങ്ങോട്ട് കഴിഞ്ഞപ്പം സ്വർഗത്തിൽ നിന്ന് ചുഴലിക്കാറ്റ് വന്ന് ഏലിയാവിനെ എടുക്കുക. ആ വാക്ക് നിങ്ങൾ കണ്ട അവിടെ. ഏലിയാവിനെ ചുഴലിക്കാറ്റിൽ ദൈവം സ്വർഗത്തിലേക്ക് എടുക്കുക. 2-ാം അധ്യായത്തിലല്ലേ? ഒന്ന് വായിച്ചേ. ഏത് 2-ാന്നായിരിക്കും? ഒത്തിരി 2 ഉണ്ട്. ഏലിയാവ് എലീശയോട് ഗിൽഗാലിൽ നിന്ന് പോന്നു. പിന്നെ നീ ഇവിടെ താമസിച്ചു കൊള്ളുക, യഹോവ എന്നെ ഗിൽഗാലി വന്നോ പറഞ്ഞു, നീ ഇവിടെ നിന്നോ, എന്നെ ബേഥേലിലോട്ട് വിട്ടിരിക്കുന്നു. അടുത്തത്
ആ യഹോവയാണ്. ആ വിടുന്ന പ്രശ്നമില്ലെന്ന് പറഞ്ഞ അടുത്തത് ഞാനോണം പറയാം. ഇനിയിപ്പോ ഞാൻ അങ്ങോട്ട് പോകാനാ. കാളയും കലപ്പയും ഉണ്ടായിരുന്ന ഒരു പക്ഷേ പുറകോട്ട് ചെന്നാ എന്തേലും അത് തീർന്നില്ലേ? നമ്മൾ ഈ പുറകോട്ട് പോകുന്ന വെച്ചാൽ ഇന്ന് വരെ കലപ്പയും കണ്ടിച്ചിട്ടില്ല, കാളയും കണ്ടിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പമ്പി ഇരിക്കുന്നത്. എന്തേലും ഇച്ച വഴിച്ചോണ്ടേരെ ഇരിപ്പ് കാണുമ്പോൾ അറിയാം മിക്കവാറും പോകാൻ സാധ്യതയുണ്ടെന്ന്. എന്നാലും ഇന്നേലും വന്നിരിക്കുന്നില്ല ഇച്ചിരി നേരം. ഈ ചുഴലിക്കാറ്റ് എടുക്കുന്ന ഭാഗം വായിച്ചു. ആ അഗ്നിരഥങ്ങളും അഗ്നി അശ്വങ്ങളും വന്ന് ആ ഏലിയാവ് ചുഴലിക്കാറ്റ് സ്വർഗത്തിലേക്ക് കയറി. ആ എലീശ ഇത് കണ്ടിട്ട് എന്റെ പിതാവേ ഇസ്രായേലിന്റെ തേരും തേരാളികളുമെന്ന് നിർത്തിക്കേ. നമ്മൾ ഈ ഭാഗം പഠിക്കുമ്പോൾ ഏലിയാവ് സ്വർഗത്തിലേക്ക് പോവുക. പക്ഷേ വേറെ വാക്യങ്ങളും ഉണ്ട്. ഏലിയാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയും ആ സമയത്ത് മോശയുടെ ഉയർപ്പ് നടക്കും. അഗ്നിമയമായ അശ്വങ്ങളും രഥങ്ങളും കുതിരകളും തേരും തേരാളിയും ഇസ്രായേലിനെ 40 വർഷം തെളിച്ചയാളാ മോശ. 40 വർഷം തെളിച്ചുകൊണ്ടെത്തിയാണ് മോശ ഇവിടെ ഉയർത്തുന്നു. കാരണം ഏലിയാവ് സ്വർഗത്തിലേക്ക് പോവുക, ഇവര് തിരിച്ചിക്കരയ്ക്ക് വരുക. കർമ്മേല് അത് കഴിഞ്ഞോട്ട് വന്ന് ഗിൽഗാല്, ബദേല്, എരികോ, അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴാ പറ യോർദാൻ കടന്നങ്ങോട്ട് ചെന്നാ ആദ്യം എരികോ. മോശേനെ ഇവിടെ ഉയർത്തുക എന്ന് പറഞ്ഞാൽ സാധാരണ ഫറവോന്മാരെ അടക്കുമ്പോൾ ഇതുപോലെ സ്വർണങ്ങളും സ്വർണ്ണ പെട്ടിയാ. പക്ഷെ ഇവിടെ കണ്ടോ, അഗ്നിരഥങ്ങളും അഗ്നി അശ്വങ്ങളും ഇങ്ങോട്ട് വന്നു. ഫറവോന്റെ രഥത്തിന് കിട്ടുന്നത് മിസ്രൈമിലെ പെൺകുതിരയാ. ഇത് സ്വർഗത്തിൽ നിന്ന് അഗ്നി അശ്വങ്ങൾ വന്നേക്കുന്നു. ദൈവത്തിന് മഹത്വം. ചിലതൊക്കെ ഉപേക്ഷിച്ച് നാം ഇറങ്ങിയാൽ ദൈവം കൈവിടുകയല്ല. ഫറവോന്റെ സിംഹാസനം വിട്ടേച്ചല്ലേ ഇറങ്ങി വന്നേ. ദൈവം അത് കണ്ടേച്ച് ഒരിക്കലും മോശയോട് പറഞ്ഞു, എടാ ഇനി കയറി വന്ന് എന്റെ അടുക്കൽ ഇരിക്കാൻ. 24:12 വായിച്ച പുറപ്പാട് 24:12. നീ എന്റെ അടുക്കൽ പർവ്വതത്തിൽ കയറി വന്ന് ഇവിടെ ഇരിക്കും. ദൈവം പറയും ഇനി കയറി വന്ന് എന്റെ അടുക്കൽ ഇരിക്കാൻ. ചെറിയ കാര്യമാണോ? ദൈവം മോശയോട് പറഞ്ഞ് കയറി വന്ന് എന്റെ അടുക്കൽ ഇരിക്കാൻ. വഴിയെ പോകുന്നവനെല്ലാം പിടിച്ച് അടുത്തിരുത്തുവോ? അപ്പൊ അടുത്തിരുത്തണമെങ്കിൽ അതുപോലെ ക്വാളിറ്റി ഉണ്ടായിരിക്കണം. നീ കയറി വന്ന് എന്റെ അടുക്കൽ ഇരിക്കാൻ പറഞ്ഞു. ആ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത 8-9 വാക്യം വായിച്ചേ. ഏതാ 20? ഇത് 70 പേരും കയറി ചെന്നു. അടുത്ത വാക്യം അവന്റെ പാദങ്ങൾക്ക് കീഴെ നീലക്കല്ല് പടുത്ത തളം
പോലെയും ആകാശത്തിലെ അങ്ങനെയുള്ള സ്ഥലമാണ്. ദൈവം പറഞ്ഞ് കയറി വന്ന് അവിടെ ഇരിക്കാൻ. അതിനാ നീ ആ സിംഹാസനം വിട്ടേച്ചല്ലേ ഇറങ്ങി വന്നേ? അന്ന് നിന്നെ പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്തവരില്ലേ? അവര് കാണിക്കൊന്ന് ഇരിക്കും, കയറിയിരിക്കും. കൂടെ പിടിച്ചിരുത്തി. മേളിൽ കയറി ചെന്നപ്പം പറഞ്ഞു, വേണ്ടേ ഇത് പിടിച്ചോളാം, ഇത് 2 കൽപ്പലക, ദൈവത്തിന്റെ പലകയും ദൈവത്തിന്റെ എഴുത്തും. നമ്മളിങ്ങനെ വായിച്ചു വിടുന്നതേ ഉള്ളൂ, അതിന്റെ ആഴമൊക്കെ ഒന്ന് നോക്കിക്കേ. ദൈവത്തിന്റെ പലകയും ദൈവത്തിന്റെ ഈ ഇവന്മാര് കാരണം അത് ഉടയ്ക്കാനിടയായി. അത് വേറൊരു വിഷയം. എന്തെല്ലാം വിശേഷതകൾ തനിക്ക് ലഭിച്ചു. ദൈവം അടക്കി. സ്വർഗത്തിൽ നിന്ന് കുതിരയും തേരും കൂടെ വന്ന് ഉയർപ്പിച്ചു. അടുത്ത് പിടിച്ചിരുത്തി. ദൈവം എഴുതിയെടുത്ത് കയ്യിലോട്ട് കൊടുത്തു. അപ്പോസ്തലത്തിൽ വായിക്കുന്നത് നമുക്ക് ലഭിക്കേണ്ട അരുളപ്പാട് മുഴുവൻ മോശയ്ക്കാ കൊടുത്തത്. അപ്പൊ ദൈവത്തെ സേവിക്കുവാൻ, ആരാധിക്കുവാൻ, ഭജിക്കുവാൻ ഇറങ്ങിയ നമ്മെ ദൈവം കൈവിടുകയല്ല. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, നീ പ്രമാണത്തിൽ നിൽക്കണം. ഇതിനകത്ത് വന്ന് ഉഴപ്പരുത്. ചട്ടത്തിന്മേ ചട്ടം, ചട്ടത്തിന്മേ ചട്ടം, സൂത്രത്തിന്മേ സൂത്രം, സൂത്രത്തിന്മേ സൂത്രം, അവിടെ അല്പം അത് പാടില്ല. നമ്മൾ പറയില്ലേ, എവിടെ ചെന്നാലും കാണാമല്ലോ എന്ന്. ഗാനമേളയ്ക്കും ഉണ്ട്, നാടകത്തിനും ഉണ്ട്, ഇലക്ഷന്റെ പ്രചരണത്തിനും ഉണ്ട്, കൺവെൻഷനും ഉണ്ട്, ഉപവാസ പ്രാർത്ഥനയ്ക്കും. മിണ്ടുന്നില്ല. മിണ്ടണ്ട നമുക്ക് ഇവിടെ കഴിഞ്ഞ എല്ലാവർക്കും പോകുന്നതായിരിക്കും നല്ലത്. ആട്ടെ, നിങ്ങൾ ചിലര് നന്നായിട്ട് പ്രയാസപ്പെടുന്നത്, എഴുന്നേറ്റ് പോകണമെന്ന് ചിലർക്കുണ്ട്. പിന്നെ പോകാത്തത് ഇന്നലെ പറഞ്ഞ പോലെ നിങ്ങൾ ചിന്തിക്കാർക്ക് ബോധമൊന്നും ഉള്ളവനല്ല. എഴുന്നേറ്റ് പോയ ആള് വല്ല മൈക്കിൽ കൂടെ വിളിച്ച് പറയും, പിന്നെയും നാണക്കേടായിരിക്കും, പിന്നെ തീരുമ്പോ പോകാല്ല. അങ്ങനെ ഇരിക്കുന്നവരുണ്ട്. എനിക്ക് കാണുമ്പോൾ അറിയാം. എന്തായാലും ഇരിക്കും, ഇച്ചിരി കൂടെ കേട്ടേച്ച് സമാധാനത്തോടെ പോകും. അപ്പൊ ഈ ശരീരം കൊണ്ട് ഇവര് മിശ്രയും വിട്ടെങ്കിലും ഹൃദയം കൊണ്ട് ഇപ്പോഴും മിശ്രയുമില്ല. അതിന് ഒന്നാമത്തെ തെളിവായി ഇവരെ പറയുക, പുറപ്പാട് 14:11 മിസ്രയീമിൽ ശവക്കുഴിയിലായിട്ടാണോ ഇങ്ങോട്ട്. അപ്പം സെമിത്തേരി അടക്കം, അതാ ഒരു വിഷയം. 2 പുറപ്പാട് 16-ന്റെ 1-2 വായിച്ചേ. പുറപ്പാട് 16-ന്റെ 1-2 ഇപ്പോഴും മിസ്രയീമിലാണെന്നുള്ള തെളിവ്. എലീമിനും സീനായ്ക്കും മധ്യയുള്ള സീൻ മരുഭൂമിയിൽ വന്ന് പാളയം ഇറങ്ങി. ആ മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ മക്കളുടെ സംഘമൊക്കെ ഈ മോശയ്ക്കും അഹരോനും വിരോധമായിട്ട് പെറുപെറുത്തു. അവര് പറഞ്ഞു തന്നതാണ്, ഞങ്ങൾ മിസ്രയീമിൽ ഇറച്ചിക്കലത്തിന്റെ അപ്പം മിസ്രയീം അകത്തിരിക്കുക. അതാ ഇപ്പോൾ ഈ വാചകമൊക്കെ വന്ന് ഞങ്ങൾ മിസ്രയീമിൽ ഇറച്ചിക്കലത്തിന്റെ. എങ്ങനുണ്ട്? ഞാൻ ഈ വേദപുസ്തകം മുഴുവൻ വായിച്ചു. ഇവര് മിസ്രയീമിൽ വെച്ച് ഇറച്ചി തന്നതായിട്ട് ഒറ്റ വാക്കിയില്ല. ഇത് ചുമ്മാ കള്ളം പറയുക, കള്ളത്തരം പറയും. ഇറച്ചി തിന്നതായിട്ടൊരൊറ്റ വാക്യം ഇല്ല. അവിടെ തിന്ന് തന്നെയാന്ന് എഴുതിയിട്ടുണ്ട്. എന്തുവാ? പറ. വായിച്ചേ. 11:4 സംഖ്യ. സമ്മിശ്രയാന് മുഴുവൻ ദുരാഗ്രകളായി ഇസ്രായേൽ മക്കൾ വീണ്ടും കരഞ്ഞുകൊണ്ട്, ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി ആര് തരും? ഞങ്ങൾ മിസ്രയീമിൽ വെച്ച് വില കൂടാതെ തിന്നിട്ടുള്ള മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, ഉള്ളി, ചുമന്നുള്ളി, ചിറ്റുള്ളി എന്നിവ ഞങ്ങൾ ഓർക്കുന്നു. ഇപ്പോഴോ ഞങ്ങളുടെ പ്രാണം വിശപ്പ് കൊണ്ട് ഒരിഞ്ഞിരിക്കുന്ന ഈ മന്നയല്ലാതെ ഒന്ന് നിർത്തിക്കെന്ന് പറയാം. അവിടെ ഇറച്ചിയുടെ കാര്യം വല്ലതും ഉണ്ട്? മിസ്രയീമിൽ വെച്ച്
വില കൂടാതെ തിന്നിട്ടുള്ള, അതും ചിന്തനീയമാവ. കാശ് കൊടുക്കണ്ടല്ലോ. ഈ കാശ് കൊടുക്കാതെ ഒരു കാര്യം നമ്മൾ പറഞ്ഞു, ഭയങ്കര ആളംബകളാണ്. അതെ, ഈ നിങ്ങൾ കല്യാണത്തിന് ചിലർക്ക് എപ്പോഴും തീനോ അസ്വസ്ഥതയൊക്കെ എന്തായാലും ഒറ്റ കല്യാണം വിടുകയല്ല ചിലര്. പക്ഷെ സ്വാഭാവികത്തിന് വിളിച്ചാൽ എല്ലാവർക്കും മുട്ടിന് വേദന, ഒരു ചുവട് നടക്കാൻ വയ്യ, തന്നെ ഇന്നലെ രാത്രിയിലൊക്കെ അങ്ങ് ഒക്കുന്നെങ്കിൽ പ്രാർത്ഥനയ്ക്ക് അത് ചോദിക്കുന്നു. ഇപ്പോഴത്തെ രീതി ലൈവ് ഉണ്ടല്ലോ. പക്ഷെ കല്യാണം ഉണ്ടെന്ന് പറയട്ടെ, 2 ദിവസം മുമ്പേ ഒരുക്കമാണ്. ഡ്രസ്സും എല്ലാം നേരത്തെ എടുത്തു വെച്ചു. വണ്ടിയെല്ലാം പോകുന്ന വണ്ടിക്കാരനെ കൂടെ വിളിക്കുന്നു. പിന്നെ എടാ താമസിക്കരുത് കേട്ടോ, സമയത്ത് ഇവിടെ നിനക്ക് വഴിതിട്ടമുണ്ടല്ലോ. എന്നാ വണ്ടിക്കാരൻ പറഞ്ഞു, ഉണ്ട് മാമേ വഴി. വഴിതിട്ട് വളഞ്ഞേക്ക് 3-ാമത്തെ വളവ് കഴിയുമ്പം 2-ാമത്തെ ലെഫ്റ്റ് എടുക്കണം, നേരെ നമ്മുടെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ നീ പിന്നെ കല്യാണം കഴിയുമ്പോൾ ചിലപ്പോൾ നിന്നെ കണ്ടെന്ന് വരികയില്ല, കഴിച്ചേച്ചേ നീയും കഴിച്ചോണം, ഞങ്ങൾ കയറും, അതിനാ ഞങ്ങൾ ഈ പോകുന്നതും. അങ്ങനെ തെളിച്ച് പറയുന്നില്ലെന്നേ ഉള്ളൂ. എല്ലാം കൃത്യമായിട്ടല്ലേ. അവിടെ ചെന്ന വേണ്ടപ്പെട്ടവരാന്നെ ഫോട്ടോ എടുക്കാതെയും പോവുകയല്ല. എത്ര തെള്ളു ആളും ബഹളം ആണെങ്കിലും ഭാര്യയും ഭർത്താവും, ഭാര്യയോ ഭർത്താവ് ആരെങ്കിലും പറഞ്ഞു, ആ സമയം പോകും. എടിയത് അവര് ഫാമിലിയുടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? സഭായോഗം 12-12:30 എന്നുള്ളത് അന്നേരം 12:30 നിർത്തമെങ്കിൽ 12:25 ബൈബിളിന്റെ സിബിടും, മൂക്കെ വെച്ച കണ്ണട എടുത്ത് മടക്കും, ബാഗ് എടുക്കും, ഇതിന്റെ സിഗ്നൽ തരിക നിർത്തണമെന്ന്. ഞാൻ നിങ്ങള് തമാശ പറഞ്ഞതല്ല, കാര്യമായി പറഞ്ഞേ. അതേസമയം ഈ കല്യാണം കഴിഞ്ഞ് ഭക്ഷണത്തിന് പോയി എത്ര മണിക്കൂർ എടുത്താലും വിഷയമില്ലല്ലോ. ആസ്വദിച്ച് ഇതിന്റെ എല്ലാം പേര് പറഞ്ഞ് പിന്നെ ചോദിച്ച് മേടിച്ച് ഇല്ലേ, മധുരം കൊടുക്കുന്ന ഐസ്ക്രീമോ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഒക്കെ അത് ഉള്ളിടത്ത് ചെന്ന് എടുത്ത്, ഇല്ലെങ്കിൽ വയ്യെങ്കിൽ അവരോട് പറഞ്ഞു വിടുമോനെ എടുത്തോണ്ട് വരാൻ പറയും. ഒന്നാമൻ പറയാം, തീർത്തിയാ കുഴപ്പമില്ല, നീ എടുത്തോണ്ട് പോവാൻ ഞങ്ങളിവിടെ ഇല്ലേ. എന്ത് കൃത്യമായിട്ട്, അത് തെറ്റാന്നല്ല പറഞ്ഞേ, പക്ഷെ ആത്മീക വിഷയം വരുമ്പോ മാത്രം ടൈമില്ല. അതുകൊണ്ട് ദൈവം അങ്ങനെ ഇന്നലെ വായിച്ചല്ലോ, ദയാലുവോട് ദയാലു, നിഷ്കളങ്കനോട് നിഷ്കളങ്കൻ, നിർമ്മലിനോട് അടുത്തതോടെ പറ. അപ്പൊ ദൈവം ആ വാക്യത്തിലായിരിക്കും ഇടപെടുന്നത്. ദൈവം ഇപ്പൊ പറയാം എനിക്ക് ടൈമില്ലെന്ന് പറയും. അതുകൊണ്ട് നമ്മൾ പറയാം, ഇത്ര നാളായി പ്രാർത്ഥിക്കും, ഇതുവരെ ഒരു ടൈമില്ല, നമുക്കും ടൈമില്ല. അപ്പൊ ഈ അകത്ത് മിശ്രയും ഇരിക്കുക. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞങ്ങൾ മിശ്രയിമിൽ വെച്ച് വില കൂടാതെ തിന്നിട്ടുള്ള, കാശ് മുടക്കി ഒന്നും ചെയ്യത്തില്ല. ഈ ആതുര ശുശ്രൂഷ രംഗം ഇപ്പം ബിസിനസ്. ആതുര ശുശ്രൂഷ ആരംഭിച്ചത് ദൈവത്തെ സഹായത്തിലാണ്, വിശേഷിച്ച് മിഷണറിമാരായത് ശക്തമാക്കി. ഇപ്പൊ അവരെ ആണെങ്കിലും ഉപദ്രവിക്കുന്നേ ഇല്ലേ, മതം മാറ്റുക, പിന്നെന്തുവാ മനുഷ്യക്കടത്ത്, എന്തോ അക്രമമാണ്. മിഷണറിമാർ ഇവിടെ വന്ന് ആശുപത്രിയൊക്കെ തുടങ്ങി. ഇവിടെ നേരത്തെ എല്ലാം മന്ത്രവാദം കൊണ്ടായിരുന്നു അസുഖം. എത്ര എണ്ണമാകാത്തത്, വസൂരി എന്ന് പറഞ്ഞ യോഗം വന്ന എടുക്കുകയല്ല, എവിടെയെങ്കിലും കൊണ്ട്. ഈയിടെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കടന്നുപോയ അച്യുതാനന്ദന്റെ അമ്മയ്ക്ക് വസൂരിയല്ല, കാണിച്ചോ? കണ്ടതല്ലേ, ഓലയുടെ ഇടയിൽ കൂടെ നോക്കുക, വായിച്ചതല്ലേ നമ്മൾ. കേരളത്തിലൊന്നുമല്ലേ ഇരിപ്പ് കണ്ടിട്ടെല്ലാം ജപ്പാനിൽ നിന്ന് രാത്രി വന്നതുപോലെ. VS അച്യുതാനന്ദൻ അവളുടെ അമ്മയ്ക്ക് വസൂരി വന്നപ്പോൾ അമ്മയൊന്നും അടുത്ത് കാണാനൊക്കില്ല, ആ അമ്മ മരിച്ചുപോയി. കാരണം ഇത് അങ്ങനെയുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കാണാനൊക്കത്തില്ല, തൊടാനൊക്കത്തില്ല, അടുക്കാനൊക്കത്തില്ല, ഒത്തിരി അന്ധവിശ്വാസങ്ങൾ, ഇതെല്ലാം മാറ്റിമറിച്ചത് മിഷണറിമാര് വന്നു.
സുവിശേഷം വന്ന ഭർത്താവ് ചത്ത ഉടനെ ഭാര്യയും കൂടെ ചെതേ ചാടി എന്തോ ഒരു മുതുക്കനാന്നല്ലോ. അയാൾക്ക് 80 വയസ്സ്, പെൺകുട്ടിക്ക് 40 വയസ്സ് അല്ലെങ്കിൽ 30 വയസ്സ്. എന്തോ ഒരു അക്രമമാണോ? അങ്ങനെ നടന്നിട്ടുണ്ട്. അതിന് ചരട് വലിച്ച് അതിന്റെ കെട്ടുപൊട്ടിക്കാൻ പ്രയത്നിച്ച മിഷനറിയിലെ പ്രധാനപ്പെട്ടയാണ് ആ വില്യം കേറി. അദ്ദേഹം കൽക്കട്ടയെ കൂടെ ഒരു സ്ഥലത്തൂടെ ഓടിയപ്പോ ഒരു പെൺകുട്ടിയെ ഓടിക്കുന്നു, ചെറുപ്പക്കാരി പെൺകുട്ടി. അന്തം വിട്ടുപോയി. പെൺകുട്ടിനെ കുറച്ചു പേരിട്ട് ഓടിച്ചിട്ട് പിടിച്ച് പള്ളി കൊണ്ട് കെട്ടി കൊണ്ട് പുള്ളിയും അപ്പം അന്വേഷിച്ച് ചെന്നപ്പം ഒരാളെ ചെതയെ കടത്തിയിരുന്നു. ഈ പെൺകുട്ടിയുടെ ഭർത്താവ്, അയാൾക്ക് 80 വയസ്സ്. നമുക്കിപ്പോ കേൾക്കുമ്പോ രസമായിട്ട് തോന്നും. അദ്ദേഹത്തിന് 80 വയസ്സ്. കത്തു. ഈ പെൺകുട്ടിയും ആചാരം അനുസരിച്ച് ചെത, പെൺകുട്ടിക്ക് താല്പര്യമില്ല, അതിന് രക്ഷപ്പെട്ട് ഓടിയതാ, വിടുകയല്ല. ഇങ്ങനത്തെ അന്ധവിശ്വാസവും ദുരാചാരം അത് മാറ്റിമറിച്ചത് ഈ സുവിശേഷമാണ്. അന്നേരം ഇപ്പൊ പറയാം മനുഷ്യക്കടത്ത, മതം മാറ്റവാ, എന്തൂരാ. വിദേശത്ത് നിന്ന് പൈസ, വിദേശത്ത് നിന്ന് ഇപ്പൊ കൂടുതൽ എവിടോട്ടാ വരുന്നെന്ന് അറിയാമല്ലോ. എവിടോട്ടാ വരുന്നത് ഇല്ലേ? മനസ്സിലാ? ഒന്നും അറിയത്തില്ലേ? അവിടെ നിൽക്കട്ടെ. എത്രയോ മിഷനറിമാര് ഇവിടുത്തെ ലഹള, തിരുവനന്തപുരം സൈഡിലൊക്കെ ലഹള നിങ്ങൾക്ക് അറിയത്തില്ലേ? നാടാർ ലഹള, മാറുമറയ്ക്ക അതിനുള്ള സമരം, ചാന്നാർ ലഹള, ഇതൊക്കെ പഠിച്ചിട്ടുള്ളതല്ലേ. കല്ലുമാല സമരം, ഇതിനെല്ലാം മാറ്റം വരുത്താനിടയായത് സുവിശേഷം വന്നതുകൊണ്ടാണ്. നമ്മൾ അങ്ങനെ പറഞ്ഞ ഒത്തിരി പറയാനുണ്ട്. അതിപ്പം ഇതിനകത്ത് പറയേണ്ടത് അതിന്റെ പരുവത്തിന് കിട്ടുമ്പം നോക്കട്ടെ, സന്ദർഭം അനുസരിച്ച് പറയാൻ നോക്കാം. അല്ല, പറയുന്നവരെ ഉപദ്രവിക്കുന്ന കാലവും കണ്ണടച്ചിരുട്ടാക്കുകയല്ലേ എല്ലാവരും. ഈ ലോകത്തിലെ കണ്ടുപിടുത്തങ്ങൾ മുഴുവൻ വട്ടം കണ്ടുകൊണ്ടിരിക്കുന്നത് തലയ്ക്ക് ഇതിനകത്ത് ആളതാമസമുള്ളവൻ കണ്ടുപിടിച്ചത് കൊണ്ടാണ്. അല്ല നീ ഇങ്ങനെ ഇതുകൊണ്ട് നടന്നതാണ്. മനസ്സിലായില്ല? മണ്ണെണ്ണയാണ് ഇപ്പൊ കിട്ടാനില്ല, ഇല്ലേ? മണ്ണെണ്ണ കിട്ടാനില്ല. ഞങ്ങളുടെ അവിടെ പാമ്പിന്റെ ശല്യമുണ്ട്. മണ്ണെണ്ണ ഒഴിച്ചാൽ നല്ലതാ, പക്ഷെ എന്നാ ചെയ്യാനാ? അതിന് പോലും ഇച്ചില്ല. അന്നേരം ആണുങ്ങൾ ലൈറ്റ് കണ്ടുപിടിച്ചു, ബൾബ്. ആരാ ബൾബ് കണ്ടുപിടിച്ചു? ഞാനല്ലെന്ന്. ആരാ മോളെ ബൾബ് കണ്ടുപിടിച്ചത്? ഫുൾ നെയിം പറ. ആ, മെഡിക്കൽ. എത്രയില്ല പഠിക്കുന്നു? എല്ലാം കഴിഞ്ഞു. പഠിക്കുന്നുണ്ട്, അതിന്റെ അറിയാനുണ്ട്. ലോകത്തിലെ കണ്ടുപിടുത്തമെല്ലാം ഈ വേദപുസ്തകത്തോട് ബന്ധപ്പെട്ടുള്ളവരാ. നമ്മള് മറ്റുള്ളവർ കണ്ടുപിടിക്കുക, അവര് കണ്ടുപിടിക്കുന്നതിനെല്ലാം ഡ്യൂപ്ലിക്കേറ്റ്. അതിന് നല്ല ബിരുദ, ഒരാഴ്ച കത്തും, പിന്നെ അങ്ങനത്തെ കണ്ടുപിടുത്തത്തിന് നല്ല എടുക്കാം. അണ്ട നമ്മുടെ വിഷയത്തിലേക്ക് ഇതിന്റെ എല്ലാം സുവിശേഷമായി ഇതിന്റെ ആധാരം. അപ്പൊ ഹൃദയത്തിനകത്ത് ഇപ്പോഴും മിശ്രയും ഇരിക്കുക. അതുകൊണ്ട് 1 ശവക്കോട്ട, 2 ഭക്ഷണ വിഷയം, 3 ഇവർ പറയാം വില കൂടാതെ തിന്നിരുന്ന അവിടെ വെച്ചു, 4 ഇവർ പറയാം നമുക്ക് ഒരു തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന്, ഒരു തലവനെ തെരഞ്ഞെടുത്തങ്ങ് പോകാന്ന് തിരിച്ച് മിസ്രൈമിലോട്ട്. അല്ല, 14-ന്റെ 2 വായിച്ചേ. സംഖ്യാപുസ്തകം 14:2.
സംഖ്യ ആയിരിക്കും. വായിച്ചേ. ആ ഇസ്രായേൽ മക്കളെല്ലാം മോശയ്ക്കും അഹരോനും വിരോധമായി. അടുത്ത വാക്യം. സഭയൊക്കെ അവരോട്, മിസ്രയീം ദേശത്ത് ഞങ്ങൾ മരിച്ചു പോയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഈ മരുഭൂമി ആണെങ്കിലും വലിയ തരക്കേടില്ല. വാളാൽ വീഴേണ്ടതിന് യഹോവ ഞങ്ങളെ ആ ദേശത്തേക്ക് കൊണ്ടുപോകുന്നത് എന്തിന്? ഞങ്ങളും ഞങ്ങളുടെ കുഞ്ഞുകുട്ടികളും എല്ലാം പിള്ളേരും മക്കളും എല്ലാം കൊള്ളയായി പോകുമല്ലോ എന്ന്. അടുത്ത വാക്യമായിരുന്നു, മിസ്രയീമിലോട്ട് മടങ്ങി പോകുന്നതല്ലയോ നമുക്ക് അടുത്ത പദം. അത് മടങ്ങിയിരിക്കുക. ഇത് വായിച്ചു. എങ്ങനുണ്ട്? നമുക്ക് ഒരു നേതാവിനെ തെരഞ്ഞെടുക്കണമെന്ന്, തലവനെ. എലക്ഷൻ, നമുക്കൊരു എലക്ഷൻ. നമ്മൾ ഇഷ്ടം പോലെ ആളില്ലേ, വലിയ പ്രകടനമൊക്കെ നടത്തുന്നുണ്ടായിരുന്നില്ല പലരും. ഇപ്പൊ എന്ത് ചെയ്യാൻ? സ്തോത്രം. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. നമുക്കൊരു തലവനെ തെരഞ്ഞെടുത്ത് മിസ്രയീമിലോട്ട് പോകണമെന്ന്. അപ്പൊ അകത്ത് മുഴുവൻ മിസ്രയീം ഇരിക്കുക. അത് ശരീരം കൊണ്ട് മിസ്രയീം വിട്ടെങ്കിലും ഹൃദയം കൊണ്ട് ഇപ്പോഴും. നിങ്ങള് പിണങ്ങാതിരിക്കാൻ ഞാൻ കുറച്ച് കാര്യം പറയാം. പിണങ്ങ് കൊടുക്കുകയൊന്നും ചെയ്യരുത്. നിഷ്പക്ഷമായിട്ട് ചിന്തിക്കണം. നമ്മൾ ഈ മാർഗത്ത് വന്ന് കൈയടിക്കുന്നു, പാടുന്നു, പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു, ഗായക സംഘം ഞങ്ങൾ വന്ന് പ്രസംഗിക്കുന്നു, നിങ്ങൾ ഇരുന്ന് തരുന്നതൊക്കെ നല്ല നല്ല കാര്യമാണ്. പക്ഷെ എന്നെ കൂടെ പ്രതിയാക്കി ഞാൻ പറയാം, നമ്മൾ ഒത്തിരി കാര്യം വിടാനും. ഒത്തിരിയും കാര്യം വിട്ടെന്നും പറഞ്ഞാൽ നമ്മൾ ഈ പമ്മി ഇരിക്കുന്നത്. ഒന്നും വിട്ടിട്ടൊന്നുമില്ല. ഹൃദയം കൊണ്ട് ഇപ്പോഴും മിസ്രയീം. ഞാൻ എല്ലായിടത്തും അത് പറയാറുണ്ട്. കാരണം എല്ലായിടത്തും പറയണം, ഇത് എല്ലാവരും അറിയണം. ഒത്തിരി കാര്യം വിടാനുണ്ട്. പഴയ ആചാരങ്ങള്, മാമൂലുകള്, പാരമ്പര്യം, പിന്തുടർച്ച, അനുഷ്ഠാനങ്ങള്, ഇതൊക്കെ നമ്മൾ ഒത്തിരി വിടാനുണ്ട്. ഞാൻ ചില കാര്യങ്ങൾ പറയാം. അപ്പൊ നിങ്ങൾ എല്ലാവർക്കും സന്തോഷം വരികയല്ലേ? രക്ഷിക്കപ്പെട്ടു, വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ടു, അതുകൊണ്ടെല്ലാം റെഡി ആയെന്നും പറഞ്ഞാൽ നമ്മൾ ഈ പോകുന്നത്. ധാരാളം കാര്യം നമ്മൾ വിടേണ്ടതായിട്ടുണ്ട്. പാരമ്പര്യം. ഞാൻ അതിനെപ്പറ്റി ഇങ്ങനെ ശാന്തമായിട്ട് ധ്യാനിച്ച് ചിന്തിച്ചപ്പം അതാ എല്ലാം കേട്ട ചിരിക്കുകയായിരിക്കും. എന്നിട്ട് ആട്ടെ എല്ലാം വിട്ടോ? വലിയ കാര്യമാണ്. പിന്നെ ചെറിയ കാര്യമാണോ? ഒത്തിരി കാര്യങ്ങൾ നമ്മൾ വിടേണ്ടതുണ്ട്. ഇപ്പോഴും പുതിയ വീട് വെക്കുമ്പോൾ പാല് കാച്ചുന്ന പെന്തിക്കോസുകാരുണ്ട്. ഉണ്ട്. എല്ലാരും അല്ല. പാല് അഗ്നി ദേവന് കൊടുക്കുക. ഇതൊക്കെ എവിടുന്ന് വന്നെന്നോ ആചാരവും അനുഷ്ഠാനവും ഒക്കെ എങ്ങനെയാണെന്നൊക്കെ ചിന്തിക്കണം. ഇപ്പോഴും എല്ലാരുമല്ല, ചിലര് നാളെ നോക്കുന്നവരുണ്ട്. നാളെ എല്ലാരുമല്ല, നാളെ. ചിലര് ഇപ്പോഴും ഒത്തിരി അനുഷ്ഠാനങ്ങളായി വിവാഹത്തോട് ബന്ധപ്പെട്ട് അതിനോട് ബന്ധപ്പെട്ട് ഒത്തിരി ചടങ്ങുകളുണ്ട്. ചടങ്ങ് നിങ്ങൾ കണ്ടിട്ടില്ലേ? സാരി മാറാനായിട്ട് പോകുന്നു. പിന്നെ ആചാരമാണ്. പെന്തിക്കോസുകാരുമുണ്ട്. പിന്നെ ശുശ്രൂഷയെല്ലാം കഴിഞ്ഞപ്പോ കേക്ക് മുറിക്കും. ചില പാസ്റ്റേഴ്സ് തന്നെ അനൗൺസ് ചെയ്യും, ഇപ്പോൾ അവര് ആദ്യമായിട്ട് മധുരം പുള്ളിയും കൊതി നോക്കി നിൽക്കുക. കാരണം പുള്ളിക്ക് ഇതൊത്തൊന്നുമില്ല. അവർ രണ്ടുപേരുടെ സ്ട്രോ ഇട്ട് വലിച്ചു കുടിക്കുന്ന പുള്ളി. ഞാൻ ഇതാണ്ട് പറഞ്ഞല്ലോ, എല്ലാം ചടങ്ങുകളാണ്. വലത്ത് കാല് വെച്ച് കയറണം,
മറ്റവര് നിലവിളക്കും കർപ്പൂരവും ഒക്കെ ഒടിഞ്ഞു കയറ്റുമ്പോ നമ്മൾ വേദപുസ്തകം കൊടുത്ത് അവൾ അന്നത് കൈ മേടിച്ചതാ, പിന്നെ ഇന്ന് വരെ വായിച്ചിട്ടുമില്ല. എല്ലാവരുടെയും കാര്യമല്ല, എല്ലാവരുടെയും കാര്യമല്ല. ഇങ്ങനെ ഒത്തിരി ആചാരങ്ങള്. എന്നാ മിസ്രൈമിൽ നിന്ന് ഇതുവരെ പോന്നിട്ടില്ല. ചൊവ്വാഴ്ചയും ഒന്നും കല്യാണം നടത്തരുത്, ദിവസമേ. ഇപ്പോഴും അതൊക്കെ അല്പം കൂടെ കടത്തി പറയാം. പ്രസവത്തിന് വിടാൻ പോകുന്നവര്, ഞങ്ങളുടെ നാട്ടിലൊരു ഭാഷയാ പറയുന്നത്, ഇവിടെ തെറ്റാണോന്ന് അറിയത്തില്ല. പ്രഗ്നന്റ് ആയി കഴിയുമ്പോൾ വയറ് കാണാൻ പോവാന്ന്. ഇവിടെ എന്തുവാ, ഇവിടെ അങ്ങനെയാണ്. ഏ ആ എന്റെ വൈഫ് പ്രഗ്നന്റ് ആയപ്പോ ഞങ്ങളുടെ ഒരു അച്ചാച്ചന്റെ പെങ്ങള് വന്ന് പറഞ്ഞു, മോനെ പോകണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു ഇവിടെ വയറ് കാണാൻ. ഞാൻ ഇപ്പൊ അങ്ങ് പൊക്കി കാണിച്ചു. പിന്നല്ലാതെ വയറ് കാണാൻ നിർബന്ധമാണ്. ഞാൻ പൊക്കി കാണിച്ചു, കണ്ടേച്ച് പോകാൻ പറഞ്ഞു. ആ തള്ള പിന്നെ മേലി അതിലേ വന്നിട്ടില്ല. എന്റെ രീതിയൊക്കെ ഇങ്ങനെ കേട്ടോ. നിങ്ങൾ യോജിക്കുമെന്നൊന്നും അറിയത്തില്ല. എടാ, വിട്ടത് വിട്ടു, അതൊന്നും ഇനി നിന്റെ പുറകെ വരരുത്. മാലിന്യപ്പെട്ടിടാതോടിയിടുക, മണവാളൻ വരവേറ്റം അടുത്തു പോയി. മാലിന്യപ്പെട്ടിടാതോ ഇടുക, ഈ മണ്ണിയാറയിൽ പോയി നാം ആശ്വസിപ്പാൻ ഒരുങ്ങി. മണ്ണിയാറയിൽ ശ്വസിപ്പാൻ ഒരുങ്ങി. ആമേൻ. വിശുദ്ധിയെ ഈ നിൽക്കാ പ്രിയൻ. ആമേൻ. വിശുദ്ധിയെ തികച്ചുന്ന കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താൻ. അപ്പൊ ഇങ്ങനെയുള്ള ഒത്തിരി ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ നമ്മൾ വിടാനുണ്ട്. ഇവിടുത്തെ ടൗണിലെ ഒക്കെ ജീവിതമായതുകൊണ്ട് എത്ര അറിയത്തില്ല. ഗ്രാമത്തിലോട്ടൊക്കെ ചെന്നാൽ പെന്തിക്കോസുകാർ തന്നെ പറയാം, എന്തേ പിന്നെ ഗ്രേസി സന്ധ്യ കഴിഞ്ഞ് ഞങ്ങളുടെ മുറ്റത്തൂടെ വെള്ളവും കോരിക്കൊണ്ട് കേട്ടിട്ടില്ലേ? അപ്പുറത്തുകാർക്ക് ചിലപ്പം വെള്ളം കാണുകയില്ല, കിണറ്റി വെള്ളം. അവര് ചിലപ്പം ജോലിയൊക്കെ കഴിഞ്ഞ് സന്ധ്യക്കായിരിക്കും വെള്ളം കോരിയെന്ന് എന്റെ പറ്റും. അതിനാ പറഞ്ഞത്, രണ്ടും പെന്തിക്കോസാ. ഒരു സഭയില സന്ധ്യ ആകുമ്പോ ഇതിലെ ഞാൻ തിരുവല്ലായി താമസിച്ചത് അവിടെ ഉണ്ടായിരുന്ന അമ്മ, അത് മറ്റൊരു പെന്തിക്കോസ് വെള്ളവും കോരിക്കൊണ്ട് പോയപ്പോൾ അനുഭവം ഉള്ളതുകൊണ്ടായി പറഞ്ഞു. അപ്പൊ അപ്പുറത്തെ എടി സന്ധ്യ കഴിഞ്ഞ് ഇതിലെ വെള്ളവും കോരിക്കൊണ്ട്, പിന്നെ അവര് ചോദിച്ചു, പിന്നെ പനിനീരും കോരിക്കൊണ്ടാണോ പോകുന്നത്? അവര് നല്ല മൂച്ചുള്ള സ്ത്രീയായിരുന്നു. വെള്ളത്തിന് വെള്ളമല്ലേ കോരിക്കൊണ്ട് പോകുന്നത്, പിന്നെ. അപ്പൊ ഞാനൊരു കൊണ്ട് എന്നോട് പറയാം, എന്നോട് പറഞ്ഞാലൊന്നും രക്ഷയില്ല. ഞാൻ അതിനടുത്തൊരു സ്ഥലത്ത് താമസപ്പോൾ ശുശ്രൂഷയ്ക്കൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ രാത്രി ഞാൻ ഈ വസ്ത്രം നായരുണ്ടായിരുന്നു. പുള്ളി ഞാൻ പോയി കഴിയുമ്പം അവിടുത്തെ അമ്മയോട് പറയാം, പയ്യനോട് പറയാം, തുണി തല്ലേ അന്ന് പാൻ്റൊക്കെ ഇടുന്ന സമയമുണ്ട്. അപ്പൊ അത് തല്ലി കഴുകും. അപ്പോൾ പുള്ളിക്കാരി എന്നോട് പറഞ്ഞു, പുള്ളി ഇങ്ങനെ പറഞ്ഞു, നമുക്ക് സമയം കിട്ടുമ്പോഴല്ലേ ചെയ്യുന്നു. ഒരു ദിവസം ഇങ്ങനെ കഴിക്കുമ്പോൾ പുള്ളി നേരിട്ട് വന്നു. സന്ധ്യക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നാളെ കഴുകത്തിൽ എവിടെ വെച്ചേക്കാൻ കഴുകിയിട്ടേക്കണം. ഇവിടെ എനിക്ക് നേരമുള്ളപ്പോഴല്ലേ കഴുകുന്നു. അങ്ങനെ ഈ ചില ആൾക്കാരുണ്ട്, നിർബന്ധം കുത്തിക്കാറുണ്ട്. വേറൊരു സ്ഥലത്ത് ഞങ്ങൾ വാടകയ്ക്ക് താമസിച്ച് ഞാൻ വെളുപ്പിന് എഴുന്നേറ്റ് പാട്ട് പാടി പ്രാർത്ഥിച്ചു. അപ്പൊ തമ്പാറടിച്ചു പാട്ട് പാടിയപ്പോ അപ്പുറത്തെ പുള്ളി പറഞ്ഞു,
കമ്പയർ അടിക്കാനൊക്കെ ഞാൻ പറഞ്ഞ വന്ന് അടിച്ചു തരാൻ പറഞ്ഞു. നമ്മൾ വാടക കൊടുത്താ താമസിക്കുന്നത്. ഞാൻ പുള്ളിയുടെ കാശ് മേടിച്ചല്ല കമ്പയർ മേടിച്ചത്. തെയ്യമക്കളെ തന്ന പൈസ കൊണ്ട് ഞാൻ കുമ്മനാട്ട് ചെന്ന് ഞാൻ തന്നെ കമ്പയർ മേടിച്ചു. ഞാൻ വിളിച്ചില്ല, ഞാൻ തന്നെ ഇരുന്നു. സംഭവം പുള്ളി ഇവിടെ വന്നിട്ട് പറയാം കമ്പയർ അടിക്കാൻ പറ്റും. അപ്പൊ ഞാൻ നാളെ മുതൽ വന്ന് അടിച്ചു തരാം. ശല്യമൊന്നും പിന്നെ ഞാൻ ഒരുങ്ങി പോകുമ്പോൾ പുള്ളി എന്നെ ഇങ്ങനെ നോക്കും. ഞാൻ ചിരിച്ച് കാണിക്കും. നമുക്ക് പിണക്കമല്ലോ. നേരത്തെ വെളിരാജ്യത്ത് പോയിട്ട് വന്നപ്പോ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ട് കൊടുത്തു. വലിയ സന്തോഷമായി. തിന്മ കൊണ്ടല്ലല്ലോ കൊടുത്തു. പിന്നെ കുറച്ച് കാലം പിന്നെ എന്നെ അപ്പൊ അതൊക്കെ അടിക്കുന്നു. പുള്ളിക്ക് മനസ്സിലായി ഉറക്കെ അടിച്ചെങ്കിലേ വല്ലതും വല്ലപ്പോഴും. നമുക്ക് ഒത്തിരി ആചാരങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങള്, അല്ലാതെ കളയണം. മാമൂലുകളെ പല്ല് ചലച്ച ഉടനെ പറയുന്നത് ഞാൻ പറഞ്ഞതല്ല. ഇപ്പോഴും അങ്ങനെ ആൾക്കാർ എന്റെ കണ്ണ് ഇല്ല പറയത്തില്ല. എന്താണെന്നറിയാൻ പറ്റും. 2 ദിവസമായിട്ട് തുമ്മിയ ഉടനെ പറയല് അയ്യോ. അത് ശരിയായി. ഒത്തിരി പറയാനുണ്ട് നിന്റെ കാര്യം. നീ കാട്ടിക്കൂട്ടിയതെല്ലാം ഇത് വീണ്ടുമുണ്ട്. ചെല്ലു പറയത്തില്ലേ ഞാൻ കണ്ടമാനം ചിരിച്ചു എന്ന് പറഞ്ഞ അങ്ങനെയൊക്കെ ഒത്തിരി അന്ധവിശ്വാസങ്ങൾ. അമ്മായിമ്മയും മരുമകളും അടുക്കള പെരുമാറും പോലെ സൂസമ്മയെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് കടുക് താഴെ എന്ന് പറഞ്ഞ സഭയിലെല്ലാം അടി ഉണ്ടാക്കുന്ന കടുക് വീണ അതാരും എടുത്ത് അടിക്കുന്ന ചിലടത്ത് കടുക് വീണിട്ടാണ്. സെക്രട്ടേറിയറ്റ് കടുക് വീണിട്ടാണോ മേശ വരെ മറിച്ചിട്ട് അവിടെ കടുക് വീണതാ കണ്ടതല്ലേ. ഇത് മറക്കിടുകയും കടുക് വിതറിയതാണോ? പാകിസ്ഥാനിൽ കൊണ്ട് കടുക് വിതറിയതാണോ? ഇന്ത്യയുടെയും പാകിസ്ഥാനെ വഴക്കണ്ടല്ല ഉണ്ടാക്കുന്നു. എന്തെല്ലാം അന്ധവിശ്വാസമാണെന്നറിയുന്നത്. ഇതിന്റെ പേരിൽ ചിലര് നല്ല മുതലെടുപ്പ് നടക്കുക. മരിച്ചു കഴിഞ്ഞാൽ പറഞ്ഞ നമുക്ക് പുള്ളിയെ ഒന്ന് ഇരുത്തണേ. എവിടെ ആരെയാ ഇരുത്തണമെന്ന് പുള്ളി ഇരുന്നും കിടന്നും അങ്ങേയറ്റം പറ്റിയായി. ഇവിടുന്ന് വെള്ളവും കിട്ടാനില്ല, കഞ്ഞിയും കുടിക്കാനില്ല, ഇരുന്നും കിടന്ന് പുള്ളി അവിടെ കിടന്ന് എങ്ങനെയും ഒന്ന് എടുത്തോണെന്ന് പറഞ്ഞാൽ പുള്ളി പോകണ്ട. നമ്മൾ പറയാ പുള്ളി ഇപ്പോഴും ഒണ്ണം ഇരുത്തണമെന്ന്. എന്തൊരു അന്ധവിശ്വാസമൊക്കെ. ചിലരെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുമ്പോൾ ആദ്യം എടുത്ത് മാറ്റി വെക്കുന്നത് അച്ചായന് ഇഷ്ടമായിരുന്നു. അച്ചായൻ്റെ ഈ ഭക്ഷണം അച്ചായൻ ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കുകയായിരുന്നല്ലോ. അച്ചായൻ ജീവിച്ചിരിക്കുമ്പോൾ ഇത് കൊടുത്തിരുന്നെങ്കിലോ അയാൾ 2 കൊല്ലം കൂടെ ജീവിക്കുകയില്ലായിരുന്നു. അച്ചായന്റെ ഓർമ്മയാണ്. അച്ചായൻ നിന്നെ എല്ലാം ഓർത്തിട്ട് രാജിവെച്ചാ പോയത്. നിന്റെ എല്ലാം കയ്യിൽ പോകണ്ട. അച്ചായനെ അറം പറ്റും ദൈവമേ ഒരെണ്ണം. ഒത്തിരി ആചാരങ്ങളുണ്ടേ, ഇതെല്ലാം വിടണം. ചടങ്ങുകള് ഒത്തിരി ഉണ്ട്. ഞാൻ ഒത്തിരി നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബർത്ത്ഡേ, വെഡിങ് ആനിവേഴ്സറി, സപ്തതി, ഷഷ്ടി ആചരിക്കുന്ന ഒത്തിരി പറ്റി. അതാ പറഞ്ഞ ഇവര് മിസ്രൈമിൽ നിന്ന് പോന്നതേ ഉള്ള ഹൃദയം കൊണ്ട് ഇപ്പോഴും ഒത്തിരി ആചാരങ്ങൾ. അപ്പൊ ഇവര് ഈ മിസ്രൈമിൽ ഇങ്ങോട്ട് പോന്നെങ്കിലും ഹൃദയം കൊണ്ട് മിസ്രൈമില്ല. അതുകൊണ്ട് യാത്രയിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായി. ഈ ഉൽപ്പത്തി പുസ്തകം ഉൽപ്പത്തിയാണല്ലോ. പുറപ്പാട് പുസ്തകം പേര് കേൾക്കുമ്പോൾ അറിയാം എന്തുവാ. പുറപ്പാട്. ആ പുറപ്പാട് പുസ്തകം 3ആയിട്ടാണ് തരംതിരിച്ച് പഠിക്കുന്നത്. 1 മുതൽ 18 വരെ പുറപ്പാട്. 1 മുതൽ 18 വരെ പുറപ്പാട്. 19 മുതൽ 24 വരെ പ്രമാണം കൊടുക്കുക. പ്രമാണം. 25 മുതൽ 40 വരെ സമാഗമന കൂടാരം. അപ്പൊ 1 മുതൽ 18 വരെ ഇവരുടെ പുറപ്പാട്, അതിന്റെ വിഷയങ്ങൾ. 19 മുതൽ 24 വരെ ന്യായപ്രമാണം കൊടുക്കുക.
25 മുതൽ 50 വരെ ടാബർനാക്കള്, സമാഗമന കൂടാരം എന്ന് പറഞ്ഞാൽ ഈ മിസ്രയീമിൽ ഇവരെ ദൈവം പുറപ്പെടുവിച്ചു. പുറപ്പാട് 1:1 വായിച്ചേ. ആ അപ്പോൾ ഇവരുടെ പേരുകളെല്ലാം അങ്ങോട്ട് പറയുകയാണ്. ചിലരുടെ പുസ്തകത്തില് ഉൽപ്പത്തി തീരുന്നതും പുറപ്പാട് ആരംഭിക്കുന്ന ഒരു താളില്ല, ചിലത് അപ്പുറത്തെ താളില്ല, മിക്കതും ഒരു താളില്ല, ഇല്ലയോ? ചില പുസ്തകത്തിൽ ഒരു താളില്ല, അങ്ങനില്ലേ? അതോ അതിലെങ്ങനെ അമ്മേ താളം കാണിക്കും പോലെ കാണിക്കാതെ കാര്യം പറയുന്നു? ഒരു താളില്ല. ഒരു താളില്ല. ഇതിലെങ്ങനെ? ഇതിന്റെ നമ്മുടെ ആയതുകൊണ്ടാണ് ഉണ്ടാകുന്നത്. ഒരു താളില്ല, ഒരു പേജില്ല. ഇതിലെങ്ങനെ? ഒരു പേജില്ല. ഇത് രണ്ട് പേജില്ല അല്ലേ? അപ്പൊ ഉൽപ്പത്തി പുസ്തകം 50 അധ്യായമാണ്. ഉൽപ്പത്തി പുസ്തകം ആരംഭിക്കുന്നത് ദൈവത്തില. 1:1 ഉൽപ്പത്തി 1:1 വായിര്. ആദിയിൽ ദൈവത്തിലാ തുടങ്ങിയത്. എങ്ങനെ? ദൈവത്തിൽ തുടങ്ങി 50-ാം അധ്യായ ഒടുവിൽ എങ്ങനെയാ തീരുന്നത്? കൂട്ടുകൊന്നും വേണ്ട, ഉള്ളതങ്ങ് പുള്ളിയെ ഒത്തിരി ഇരുത്താതിരിക്കുന്ന നല്ലത്. യോസേഫ് ബാക്കി വായിക്കുകയല്ലേ? ശവപ്പെട്ടിയിൽ വെച്ചു. ഉൽപ്പത്തി 1:1 എങ്ങനെയാ തുടങ്ങിയേ? ദൈവത്തിലാ തുടങ്ങിയത്. തീരുന്നത് എവിടാ? ശവപ്പെട്ടി. ദൈവത്തിലാ തുടങ്ങിയത്, പക്ഷെ തീർന്നത് എല്ലാരും ഇങ്ങനെ അല്ല. ശവപ്പെട്ടിയിൽ ചെന്ന് തീരുമെന്ന് എല്ലാവരും ചിന്തിച്ചോണം. എല്ലാരും ഇത് എപ്പോഴും സദാ ചിന്തിക്കേണ്ട കാര്യമാണ്. ഞാൻ എപ്പോഴും പ്രസംഗിക്കുമ്പോൾ പറയും, അങ്ങേറ്റത്തൊരു ശവപ്പെട്ടി ഇരിക്കുന്ന എപ്പോഴും കണ്ടോണം. നമ്മുടെതാണ്. അവിടെ ഇരുന്ന് വിളിക്കുക, പെട്ടെന്ന് വാ, നമ്മളെ വിളിക്കുക. എല്ലാ ദിവസവും ഇത് കാണണം. എന്തുവാ? നമ്മുടെ ശവപ്പെട്ടി എല്ലാം കണ്ടാ തീർന്ന് ഉടനെ ഉപവാസ പ്രാർത്ഥനയാ ക്രമീകരിക്കുന്നത്. അല്ലാതെ കണ്ടെന്നും പറഞ്ഞ്. പക്ഷെ ഞാൻ ഇന്നലെ ഒരു വിഷയം കണ്ടു. പിന്നെ ഞാൻ ഒരുപോലെ കണ്ണ് അടച്ചിട്ടില്ല. ഒത്തിരിയും പ്രവാചകന്മാരെ ഞാൻ വിളിച്ചു, കുത്തിയിരുന്ന് വിളിക്കുക. കാരണം എന്നാ കണ്ടത്? എല്ലാവർക്കും പേടിക്കാം. പക്ഷെ എല്ലാരും എല്ലാ സാധനം വീട്ടിൽ മേടിച്ച് വെക്കും. ആരെങ്കിലും ചൗപ്പെട്ടി മേടിച്ചു വെക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ആരെങ്കിലും മേടിച്ചിട്ടുണ്ടോ? പക്ഷെ അത്യാവശ്യവും ഇല്ലേ? ചൗപ്പെട്ടി അത്യാവശ്യമാണ്. ഫ്രിഡ്ജ് നമ്മൾ മേടിക്കും, വാഷിംഗ് മെഷീൻ മേടിക്കും, TV മേടിക്കും, എല്ലാം മേടിക്കും. ഇപ്പോഴാണ് ഓർഡർ ചെയ്താൽ എല്ലാം കൊണ്ട് വീട്ടിൽ. എന്റെ അഭിപ്രായം അങ്ങനെ ആണെങ്കിൽ ഒരു നല്ല ചൗപ്പെട്ടിയും കൂടെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് മേടിക്കുകയും ചെയ്യാം, ഇല്ലേ? എന്നെ മേടിക്കാത്ത പേടിയ. പക്ഷെ എന്റെ അഭിപ്രായം നല്ലതാ. നമ്മുടെ ഇഷ്ടത്തിന് പോയി തിരഞ്ഞെടുത്ത് ദൈവത്തിൽ തുടങ്ങി, പക്ഷെ വന്ന് അവസാനിച്ചത് ശവപ്പെട്ടിയില്ല. മനുഷ്യൻ എത്ര ഉന്നതനായി പോയാലും ഒടുവിൽ ഇവിടെ വരണം, പെട്ടിക്കകത്ത് കയറണം. ആട്ടെ, എന്നിട്ട് പുറപ്പാട് പുസ്തകം ആരംഭിക്കുക. ഇനി പുറപ്പാട് 1:1. അപ്പൊ ഇവരുടെ പുറപ്പാടിനെ പരാമർശിക്കാം. പുറപ്പാട് 1. പുറപ്പാട്
ഒരു പേജിലാ ഇത് കിടക്കുന്നത്. ഉൽപ്പത്തി തീരുന്നതും പുറപ്പാട് ആരംഭിക്കുന്നതും വായിച്ചു വിട്ടാൽ നമ്മൾ ഓർക്കും ശവപ്പെട്ടിയിൽ യോസേപ്പിനെ വെച്ചു, ഉടനെ തന്നെ ഇവർ ഇവിടുന്ന് പുറപ്പെട്ടെന്നില്ല. താഴത്തെ വാക്യം 7-8 വാക്യം വായിക്കുമ്പോൾ ആ തലമുറ മുഴുവൻ മരിച്ചു. അങ്ങനല്ലേ വായിച്ചേ? ആ ആ ആ 8 വാക്യമാണ് ആ തലമുറ മുഴുവൻ. അതെത്ര വാക്യാ മോളെ? 6 വാക്യം. ഒന്നുകൂടെ വായിച്ചേ. ആ തലമുറ മുഴുവൻ മരിച്ചു. മരിച്ചു കഴിഞ്ഞാൽ ഈ പുറപ്പാട് ഏതാണ്ട് ഒരു 430 വർഷം വന്ന സ്തേഫാനോസിന്റെ പ്രസംഗത്തിൽ 430 ഒരു താളിലാ കിടക്കുന്നെങ്കിൽ ഇത്രയും വർഷം വ്യത്യാസമുണ്ട്. വർഷം വ്യത്യാസമുണ്ട്. ഇങ്ങനെ ദൈവം ഇവരെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ച്, ഒറ്റ വാക്കിൽ ഇവരെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചത് എന്തിനാ? ഒന്ന് ചിന്തിച്ചൊന്ന് പറഞ്ഞു ഉറക്കെ പറ. എന്റെ ജനത്തെ ആരാധിക്കാൻ വിട്ടയക്കണമെന്നാ ഫറവോനോട്. ജനത്തെ ആരാധിക്കാനായി വിടുന്നത്. അപ്പൊ ആരാധിക്കാൻ ഇവരെ കൊണ്ടുവന്ന് ചെങ്കടലുമൊക്കെ കടത്തി ഇങ്ങനെ കൊണ്ടുവന്ന് ചൂട് വന്ന് മാറെ വന്നു, എലീമിൽ വന്നു, അത് കഴിഞ്ഞ് സീൻ മരുഭൂമിയിൽ വന്ന് സീനായി വന്നപ്പോ സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചു, നിൽക്കാൻ പറഞ്ഞു. യാത്ര അവിടെ സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചു. നിൽക്കും. എന്തിനാ വന്നേ? ആരാധിക്കാൻ. സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചു. എന്നിട്ട് മോശയെ ദൈവം മേളിലോട്ട് വിളിച്ച് കൊണ്ടുപോയി ആരാധിക്കേണ്ടതിന്റെ പ്രമാണം കൊടുത്തു. ചുമ്മാ കിടന്ന് ആരാധിക്കുകയൊന്നും ചെയ്യരുത്. മനസ്സിലാകുന്നുണ്ടോ? വാദ്യോപകരണങ്ങളുടെ ഇവിടെ അധികം ഒന്നുമില്ല, ഇത് മാത്രമേ ഉള്ളൂ. ഇനി ഞാൻ വന്നതുകൊണ്ട് വേറെ എടുക്കാഞ്ഞതാണോ എന്നും എനിക്കറിയാൻ വേണ്ട. നല്ലതാ, എല്ലാം നല്ലതാ, വാദ്യോപകരണങ്ങളെല്ലാം നല്ലതാ. ഇതിന്റെ ഇളക്കത്തിലും ഓണത്തിലും അല്ല ആരാധന. അവിടെ നിർത്തിയേച്ച് പറഞ്ഞെന്ന് ഇവിടെ നിൽക്ക, സീനായി അവിടെ നിൽക്കേ. മോശയെ അങ്ങ് മേളിലോട്ട് വിളിച്ചിട്ട് വരാൻ പറഞ്ഞു. പ്രമാണം എന്തിനാ? ആരാധനയ്ക്കൊക്കെ ഉള്ള പ്രമാണമാണ്. പിന്നെ ആരാധനയ്ക്കുള്ള പ്രമാണമുണ്ട്. പ്രമാണമില്ല ഒന്നുമല്ല. എബ്രായ ലേഖനത്തിൽ വായിക്കുന്ന ആരാധനയ്ക്ക് ചട്ടമെന്ന ചട്ടം. ആദ്യ നിയമത്തിനും ആരാധനയ്ക്കുള്ള ചട്ടം, പ്രമാണമുണ്ട്. പ്രമാണമുണ്ട്, ഇതിനെല്ലാം ഓർഡറുണ്ട്. നിങ്ങൾ ഞങ്ങളുടെ അവിടെ ഈയിടെ സമാഗമനത്തിന്റെ ക്ലാസ് നടക്കുക, അത് തുടങ്ങിയതേ ഉള്ളൂ. വലിയ സന്തോഷമാണ് യോജനം കേട്ട് പഠിക്കുന്നത്. എല്ലാം ഓർഡറാണ്. അതെല്ലാം വെക്കേണ്ട സ്ഥലമുണ്ട്. നിലവിളക്ക് ഇന്നെടുത്തിരിക്കണം, താമരത്തൊട്ടി ഇന്നെടുത്തിരിക്കണം, യാഗവട് ഇന്നെടുത്ത്, കാഴ്ചയപ്പത്തിന്റെ മേശ, അതിനകത്ത് കൃത്യ അപ്പം, അത് അടുക്കി വെച്ചെന്ന. അങ്ങനെ എങ്ങനെ അടിച്ചേക്കുന്നത്? അടുക്കി. എത്ര അപ്പമാണ്? എത്ര അപ്പമാണ്? നല്ല കറിയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് അപ്പമൊക്കെ. അതാണോ ചിന്തിച്ചിരിക്കുന്നത്? കാഴ്ചയപ്പത്തിന്റെ മേശയിൽ അപ്പം 2 വശത്ത് അടുക്കി വെച്ചിരിക്കുക. 12 അപ്പം, 6. അപ്പൊ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു. എങ്ങനെ അടുക്കി? ആരാധനയ്ക്ക് അടുക്കും ചിട്ടയുണ്ടെന്ന്. ഇരിക്കുന്നതിന് ഒരു അടുക്കും ചിട്ടയുണ്ട്. നല്ല ചിട്ടയെ പോലെ ഇതിന് പ്രമാണമായതല്ല. അപ്പൊ നിങ്ങൾ പുതിയ നിയമത്തിൽ ഭയങ്കര പ്രമാണമാണ്. കൃപാവരങ്ങളെ പറ്റി എല്ലാം പറഞ്ഞു പൗലോസ് പറയാ, എല്ലാം ഉചിതമായിട്ടും എങ്ങനെ ഉചിതമായി
ഏ ശാന്തമെന്നൊന്നും വേറെ ദിവസത്തിലില്ല. വേറെ ദിവസത്തില്ലാത്തിരുന്ന് കുത്തിയിരുന്ന് പറയുന്നത്. ഏ ഏ ഉചിതമായും ക്രമമായും അങ്ങനെ എഴുതിയേക്കുന്നത്. ഉചിതമായും അതെല്ലാം ക്രമമാണ്. എനിക്ക് വളരെ നിർബന്ധമായ കാര്യമാണ്. ക്രമമുണ്ടല്ലോ. ചിലര് ധരിച്ചു വച്ചിരിക്കുന്ന പുതിയ നിയമത്തിൽ ക്രമമില്ലെന്നാണ്. പഴയ നിയമത്തെക്കാളും വളരെ ക്രമം പുതിയ നിയമത്തിലാണ്. നമ്മളെ ഞായറാഴ്ച വരുന്ന തോന്നുമ്പം വരിക, തോന്നുമ്പോ എഴുന്നേറ്റ് പോകുക, തോന്നിയായിരിക്കുക, ഇഷ്ടമുണ്ടെ കർത്തമേടിച്ച് വെക്കുക, ഇഷ്ടമുണ്ടെ കൈയടിക്കുക, താല്പര്യമുണ്ടെ ചുമ്മാ ഇങ്ങനെ വന്ന് അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ആദ്യമായിട്ടും അതിഥികളായിട്ടും വരുന്നവരുണ്ട്. അവരുടെ കാര്യമല്ല. നിരന്തരം ഒരു സഭയെ കൂടി വന്ന് ആരാധിക്കുന്നവര് വളരെ ക്രമീകരണം വേണം. അത് സഭയുടെ ശുശ്രൂഷകന്മാർക്ക് എല്ലാവർക്കും പറയാനൊന്നും ഒക്കത്തില്ല. പറഞ്ഞ ഉടനെ അവരടുത്ത സഭയിലോട്ട് അവരും ഇങ്ങനെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് കണ്ണു തുറന്ന് നോക്കുമ്പോൾ എല്ലാവരും വരുന്നുണ്ടോ. അപ്പൊ ഇവിടുന്ന് പണങ്ങി രണ്ടെണ്ണം അങ്ങോട്ട് ചെന്ന് അവര് കിട്ടിയതാട്ടെന്ന് ഓർത്ത് അവര് അതുകൊണ്ട് മിക്കവരും പറയത്തുമില്ല. എങ്ങനെയും ആകട്ടെ. ഈ മോഡേൺ ആൾക്കാർ ഒത്തിരി പേര് സഭ നടത്തുന്നുണ്ട് കേട്ടോ. എല്ലാരും അല്ലെങ്കിൽ അവര് തീർത്ത് കാര്യം പറയത്തില്ല. കാരണം അവർക്ക് അവരുടെ കാര്യം നടക്കണം. അവരുടെ കാര്യം നടക്കണം. അവരുടെ കാര്യമെല്ലാം നല്ല സെറ്റപ്പ് ആയിട്ട് വരുന്നവൻ എങ്ങനെ അവന് സൺഡേ വന്നാൽ മതി. എന്തേലും തരുന്നെങ്കിൽ എന്തേലും തരുന്നല്ല, നന്നായിട്ട് പിഴിയുന്നവരുണ്ട്. നല്ലതുപോലെ പിഴിയുന്ന ആൾക്കാർ അവർക്ക് അവരുടെ കാര്യം നടക്കണം. ഇതുങ്ങൾ എങ്ങനെ പോയാൽ അവർക്ക് വിഷയമല്ല. എല്ലാവരുടെയും കാര്യമല്ല. ഞാൻ പലരും ഒക്കെ ആയിട്ട് സംസാരിക്കും പറഞ്ഞുകൊണ്ട് നമ്മളിപ്പോ ഒരു സഭ നടത്തിക്കൊണ്ടിരിക്കുക, പിന്നെ എല്ലാവരും ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കില്ല. അവരുടെ കാര്യം നടക്കണം. ഇവർ ഈ സഭ നടത്തുന്നത് എല്ലാവരും അല്ല കേട്ടോ. സഭ നടത്തുന്നത് അവരുടെ പിള്ളേരെ കാര്യമെല്ലാം ഒന്ന് സെറ്റപ്പായി. പിള്ളേർ അമേരിക്കയിലോ കാനഡയിലോ UK പോയി, പുറകെ ഇവരും അവരുടെ കാര്യം റെഡിയായി. വരുന്നവനെല്ലാം എങ്ങനെ കടന്നു കുഴഞ്ഞ അവർക്ക് തന്നെ പണങ്ങാതിരിക്കാനായിട്ട്. പണങ്ങിയാലും എനിക്കൊന്നുമില്ല, ഞാനിപ്പോ അങ്ങ് പോകില്ല, ഞാൻ ഇവിടെ താമസിക്കാൻ വന്നാണ്. അവനവന്റെ ഈയിടെ ഒരു 2 പേര് പറഞ്ഞു, ഇനി ഞങ്ങൾ സഭയുടെ ചാർജൊന്നും എടുക്കുന്നില്ല, പിള്ളേർ അമേരിക്കയില, ഞങ്ങൾ ഇനി അവിടെ അങ്ങ് താങ്ങുക. അപ്പൊ അവര് ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയത് ഈ സെറ്റപ്പ് ഒന്നും ആകാനാണ്. അല്ലാതെ ജനം വിടുതല പ്രാപിക്കാനോ ജനം നന്നായി വരാനോ വന്നവരെ നിത്യതയിൽ എത്തിക്കാനോ അവർക്ക് ഉപദേശം പറഞ്ഞു കൊടുത്തവരെ നന്നാക്കാനൊന്നും അല്ല. എല്ലാവരും അങ്ങനെയാണെന്നല്ല ഈ പറഞ്ഞത്. നിങ്ങൾക്ക് എന്നെ ചിലരിങ്ങനെ സ്പർദ്ധിച്ചൊക്കെ നോക്കുന്നത്. കൊടുമുടികളേറിയ പർവ്വതങ്ങളെ നിങ്ങൾ എന്നെ, ഞാന് എന്റെ പരമാർത്ഥം പറയുന്നു. പക്ഷെ ജനത്തെ ഇഷ്ടപ്പെടുന്നവരും വരുന്നവർ അങ്ങ് ചെല്ലണമെന്ന് ആഗ്രഹമുള്ളവര് തീർത്ത് കാര്യം പറയണം. ശുദ്ധവും അശുദ്ധവും മലിനവും നിർമ്മലവും തമ്മിൽ വകതിരിച്ചു കൊടുക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ല. പക്ഷെ അവര് പിന്നീട് ചിന്തിക്കും, എടാ പുള്ളി പറഞ്ഞതായ എന്നോട് എത്ര പേര് പറഞ്ഞിട്ടുണ്ട്, എത്രയോ പേര്. വിശേഷിച്ച് ഹിന്ദുക്കളും മുസ്ലിം സഹോദരങ്ങളും ഒക്കെ ധാരാളം. അവർ പറയും ഞങ്ങളെല്ലാം കേൾക്കുമെന്ന് പറയും പ്രസംഗം. വളരെ നല്ലത്. എന്നിട്ട് ചെല്ലനോട് പറയും കട്ടിക്ക് പറയാൻ പറയും. ക്ഷേത്രം ഒന്നും ഞാൻ പറയുന്നില്ല. ഈയിടെ ഞങ്ങള് കുറച്ച് നാൾ മുമ്പ് യാത്ര ചെയ്തപ്പോൾ ഒരു ആള് ബൈക്ക് കൊണ്ടുവന്ന് നിർത്തി പെട്ടെന്ന് ഇറങ്ങി വന്ന് കണ്ട് ഞാൻ പേര് സ്ഥലം പറഞ്ഞ പുള്ളിക്ക് പ്രയാസം വരാൻ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു വലിയ ക്ഷേത്രത്തില് പൂജാരിയാ, എന്നും കേൾക്കുമെന്ന് പറഞ്ഞു. എന്നും കേട്ടിട്ടാ മതി. നമ്മൾ ഈ മതമാറ്റം ഒന്നുമല്ല, ഗുണദോഷങ്ങളായി പറഞ്ഞു കൊടുക്കുന്നത്. ഇത് മതം മാറ്റം ഒന്നുമല്ല. എന്തിനാ മതം മാറ്റുന്നത്? നല്ല കാര്യം പറഞ്ഞു കൊടുക്കുക, ഇഷ്ടമുള്ളവർ അംഗീകരിച്ചാൽ മതി. ആരെയും ഞാൻ കൂടെ ഞങ്ങളുടെ സഭയിൽ പറയും, ചുമ്മാ ഇവിടെ വന്ന് മെനക്കെട്ടിരിക്കരുത്, ഇറങ്ങിപ്പോവും.
ഞാൻ പറയാനുണ്ട്. ചുമ്മാ എന്തിനാ ഇവിടെ വന്ന് ഈ 3-4 മണിക്കൂർ ചുമ്മാ ഇവന് ഗുണമാകുന്നുമില്ല, ആർക്കും ഗുണം വരുന്നില്ല, ദൈവത്തിനും ഗുണം വരുന്നില്ല, ഇവനും ഗുണം വരുന്നില്ല, സഭയ്ക്കും വരുന്നില്ല, വെറുതെ ഇവിടെ വന്ന് എന്തെങ്കിലും പ്രയോജനം വേണ്ടേ? അത് കഴിഞ്ഞ് പിന്നെ ഒരു 10 കൊല്ലം കഴിഞ്ഞ ഞാനും കുറെ നാളൊക്കെ പോയതാ. എവിടെ? വേറൊരു കടയിൽ, ആ ബിൽഡിങ്ങിന്റെ താഴെ. എനിക്കറിയാം അതെന്നെ അറിയാം. നിനക്ക് ചക്കന്നാ ബുക്കന്നാന്ന് ഇതുവരെ അറിയാൻ വേണ്ട. വെറുതെ മെനക്കെടരുത്. മെനക്കെട്ടാൽ അതിന് പ്രയോജനം വേണം. കാര്യങ്ങൾ തീർത്ത് പറഞ്ഞു കൊടുക്കണം. ഇഷ്ടമുണ്ട് അംഗീകരിച്ചാൽ മതി. ശരി, ഇതിന്റെ സത്യം ഇതാ, പ്രമാണം ഇതാ. ദൈവത്തിന് മഹത്വം. ഞാൻ എപ്പോഴും എന്റെ ആഗ്രഹം പറയാ, പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും അങ്ങ് വരണം, അവിടെ കാണും. അതാണ് മെയിൻ വിഷയം. ഇവിടുത്തെ ഒന്നും അല്ല വിഷയം. ഇവിടുത്തെ ദൈവം നമുക്ക് ആവശ്യമുള്ളതൊക്കെ തന്നോളൂ. ദൈവം നിന്നെ മറക്കത്തൊന്നുമില്ല. ദൈവത്തിന് മഹത്വം. ശരീരം കൊണ്ട് ഇവര് മിശ്രയും വിട്ടെങ്കിൽ ഹൃദയം കൊണ്ടും ഇപ്പോഴും മിശ്രയുമില്ല. അപ്പൊ പുറപ്പാട് പുസ്തകം 1 മുതൽ 18 വരെ പ്രമാണം കൊടുക്കും. ആരാധിക്കാം അല്ലേ, അതിന് പ്രമാണമുണ്ട്. 25 മുതൽ 40 വരെ അങ്ങനെ ആ പ്രമാണപ്രകാരം ദൈവാലയത്തിൽ വന്ന് വ്യവസ്ഥ പ്രകാരം ദൈവത്തെ ആരാധിക്കണം. അതാ പുറപ്പാട് പുസ്തകം. അതിനാ പുറപ്പാട് പുസ്തകം. ഇന്ന യാഗം, പിന്നെ അതിന് പരിഹാരം, അതിന് പ്രമാണം, ക്രമം, വിധം. ചെല്ല് ധരിച്ചു വെച്ചേക്കുന്ന പുതിയ നിയമത്തിൽ ഒരു ക്രമവും ഇല്ല. പുതിയ നിയമത്തിലാണ് ഏറ്റവും വലിയ ക്രമം. ഉചിതമായിട്ടും ക്രമമായിട്ടും. തമിഴിൽ എങ്ങനെയാ കൊടുത്തേക്കുന്നത്? കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 14-ാം അധ്യായത്തിന്റെ എത്രാം വാക്യമാണ്? എത്രയാമേ? 39. തമിഴിൽ ഒന്ന് വായിച്ചേ. വായിച്ചു, അത് വായിച്ചു വായിച്ചേ. ഉചിതമായും ക്രമമായും. തമിഴില് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 14-ാം അധ്യായത്തിന്റെ 36, 39. ക്രമം ഡീസന്റ് ആൻഡ് ഓർഡർലി. ഇംഗ്ലീഷിൽ എങ്ങനെ വായിച്ചേ? ഇംഗ്ലീഷിൽ കേട്ടെ. ഞാൻ 2 ദിവസമായിട്ട് ഇവിടെ കിടന്ന് പ്രസംഗിക്കുകയും ചെയ്യും. വായിച്ചേ. Therefore, brethren, desire earnestly to prophesy, and do not forbid to speak with tongues. Let all things be done decently and in order. ഡീസന്റ് ആൻഡ് എല്ലാം ഓർഡർ, ക്രമമുണ്ടല്ലോ. കസാര ഇടുന്നതിന് ക്രമമുണ്ട്. അല്ല, എനിക്ക് ഇഷ്ടമുള്ളിടത്തൊരു കസാര എടുത്ത് മൂലയൊക്കെ പമ്മി ഇരിക്കുക, കുറുക്കനിരിക്കുമ്പോൾ. എല്ലാ പാട്ട് പാടുന്നവർക്ക് ക്രമമുണ്ട്, ശുശ്രൂഷയ്ക്ക് ക്രമമുണ്ട്, ഇരിപ്പിന് ക്രമമുണ്ട്, പ്രാർത്ഥനയ്ക്ക് ക്രമമുണ്ട്, ആരാധനയ്ക്ക്. ചിലക്ക് ഇതൊന്നും, ഒത്തിരി പേർക്ക് ഇതൊന്നും അറിയത്തില്ല കേട്ടോ. ഞാനെപ്പോഴും ഞങ്ങളുടെ സഭയിലുമൊക്കെ പറയാം, അവിടെ കഴിവിന്റെ പരമാവധി കുറച്ചൊക്കെ ശ്രദ്ധിച്ചാ പോകുന്നത്. കസാരയുടെ കാല് മാറിയാ ഞാൻ അന്നേരം പറയാം ക്രമമുണ്ടെന്ന്. ചില ഈ പെന്തിക്കോസിൽ ഒരു ക്രമവും ഇല്ലെന്നാ, ഇതിനകത്താ ക്രമം കൂടുതൽ. ക്രമമായത് ഈ ആരാധന ആരംഭിക്കുമ്പം ഒരു ശുശ്രൂഷ പാട്ടുകാരെ കുറ്റം പറയല്ല, അവര് നന്നായിട്ട് പാടുന്നു. ഞാൻ പൊതുവിൽ പറയാം, ചില കൺവെൻഷനൊക്കെ ചെന്നാല്, ചില യോഗത്തിന് ചെന്നാൽ വെളിവില്ല. ഈ പ്രാർത്ഥിച്ച് ആരംഭിക്കുമ്പം ആദ്യം സ്തുതിഗീതങ്ങൾ പാടണം. പ്രാർത്ഥിച്ച് ആരംഭിക്കുമ്പോ ആദ്യം ദൈവത്തെ സ്തുതിക്കുന്ന ഗീതങ്ങളാ തുടക്കത്തിൽ പാടേണ്ടത്. ഈ അടുത്ത കാലത്ത് ഒരു യോഗത്തിന് ചെന്നപ്പം പ്രാർത്ഥിച്ചങ്ങോട്ട് തുടങ്ങണന് പാട്ടുകാരിലൊരാൾ വന്നിട്ട് പറയാം, പരീക്ഷ എന്റെ ദൈവം
ഞാൻ അവിടെ ഈ വട്ടനെയൊക്കെ എന്നാ ചെയ്യാനായാലും പറഞ്ഞിട്ടൊന്നും വലിയ കാര്യം. ആ പാട്ട് തെറ്റാന്നോ പാടരുതെന്നല്ല പറഞ്ഞത്. തുടക്കത്തിൽ ആ പാട്ടല്ല പാടേണ്ടത്, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന പാട്ടുകൾ. എത്ര നല്ല പാട്ടുകളുണ്ട്. ഇതിലെ ക്രമമുണ്ട്, ഇതിനെല്ലാം ക്രമമുണ്ട്. ഒരാളൊരു വിഷയം പ്രസംഗിച്ചു, ദൈവദാസന്മാര് പാട്ട് പാടുമ്പോ ആ വിഷയത്തോട് ചേർന്നുള്ള പാട്ടാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. കൂട്ടുണ്ടാക്കുമ്പോ ഇടയ്ക്കിടയ്ക്ക് തേങ്ങാപ്പീരിടുന്ന എന്തിനാ? രുചി നല്ലതാ, ആവിയും പെട്ടെന്ന് വരും. പിന്നെ ഒരു കുറ്റി മൊത്തം കഴിക്കാത്തവർക്ക് അതാ മൊത്തം കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവര് ഇതിനെല്ലാം ക്രമമുണ്ട് കേട്ടോ. ആരാധനയ്ക്കെല്ലാം ക്രമമുണ്ട്. അതെ, ഞാന് ഏതാനും സമയം കൊണ്ട് നിർത്താം. വഴിയിൽ വെച്ച് നശിക്കരുത്. ഈ വഴിയിൽ നമ്മെ നശിപ്പിക്കുവാൻ ദുഷ്ടശക്തികളുണ്ട്. ഇസ്രായേലിന്റെ കനാനിലേക്കുള്ള പ്രയാണവേളയിൽ ഇവരെ വഴിയിൽ വെച്ച് നശിപ്പിക്കുവാൻ ദുഷ്ടശക്തികൾ വന്നു. അതിനെയെല്ലാം ദൈവം തരണം ചെയ്യാൻ ഇവർക്ക് കൃപ കൊടുത്തു. ചിലര് പട്ടുപോകും. എളുപ്പ വഴി ഉണ്ടായിരുന്നു, പക്ഷെ എളുപ്പ വഴി കൂടെ ദൈവം വിട്ടില്ല. ഇവരെ ദൈവം കറക്കും. അതിന് കാരണമൊക്കെ ഉണ്ട്. ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിയാൻ. ഇത്രയും വലിപ്പമുള്ളതാ പറയുന്നത്. എന്തെല്ലാം നാശമായി ഇതിനകത്തിരിക്കുന്നു ഇല്ലേ? ഇത്രയും വലിപ്പമുള്ള ഇച്ചിരി ചരിവുണ്ട്, 4 അറയുണ്ടെന്നൊക്കെയാ പറയുന്നത്. എന്തെല്ലാം സാധനങ്ങളാണ് ഇതിനകത്തിരിക്കുന്നത്. ഇതെല്ലാം വെച്ചോണ്ടാണ് നമ്മൾ ഗ്ലോറി എന്നും പറഞ്ഞു. അപ്പം ദൈവം തമ്പുരാൻ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുക. ഹൃദയം എല്ലാത്തിനേക്കാളും അത് ആരാഞ്ഞറിയുന്നവൻ ദൈവമാണ്. ദൈവം നമ്മുടെ ഹൃദയങ്ങളെ നോക്കുന്നവനാണ്. ഇപ്പൊ ഞാനൊരു ഹല്ലേലൂയ പറഞ്ഞത് സ്തോത്രം പറഞ്ഞാൽ സ്തോത്രത്തിന്റെ ശബ്ദമോ അതിന്റെ ട്യൂണോ ഒന്നുമല്ല ദൈവം നോക്കുന്നത്, എന്തുദ്ദേശത്തോടെ പറഞ്ഞെന്നുള്ളതാണ്. ദൈവം അത് നോക്കും. ഇപ്പൊ നമ്മൾ ചിലര് ഹല്ലേലൂയ പറയുന്ന മറ്റവനായിട്ട് കിട്ടിയതിനാ. ശ്രദ്ധിച്ചിട്ടില്ലേ? ചിലരൊക്കെ പ്രസംഗിക്കുമ്പോ ചിലരൊക്കെ ഇട്ട് കൊള്ളും. അടുത്തിരിക്കുന്ന പുള്ളി ദൈവത്തെ മഹത്വപ്പെടുത്തുവൊന്നും അല്ല, ചിലര് അവനിട്ടൊരു പോകും. ഞാൻ എന്നെയും പുറത്താക്കി പറയുക. ചിലര് പിന്നെ ഹല്ലേലൂയ പറയുന്ന ആട്ടെ ദൈവമേ ഇങ്ങനെ ഇവനോടൊന്ന് ഇടപെടട്ടെന്നുള്ള നല്ല ആശയത്തിൽ പറയുന്നവരുമുണ്ട്. അതിനെതിരല്ല ഈ പറഞ്ഞേ. അതെന്തോ ഉദ്ദേശശുദ്ധിയാ ദൈവം നോക്കുന്നത്. എളുപ്പ വഴിയുണ്ട്, അതിനെ വിട്ടില്ല. ദൈവം അവരെ കറക്കാൻ കാര്യം ഹൃദയത്തിലിരിക്കുന്നത് അറിയണം. നന്നായിട്ട് കറങ്ങുമ്പോൾ അകത്തിരിക്കുന്നതൊക്കെ വെളിയിൽ ചാടും. അങ്ങനെ യാത്ര ചെയ്ത് വന്നപ്പോൾ ഇവർക്ക് വിരോധമായി വന്ന ശക്തിയാണ് അമാലേക്ക്. ഞാൻ എപ്പോഴും പറയും അമാലേക്ക്. ആവർത്തന പുസ്തകം 25:17 വായിച്ച് ഓടിച്ച് മുമ്പോട്ട് പോകാം. ആവർത്തനം 25:17. നിങ്ങൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ വഴിയിൽ വെച്ച് അമാലേക്ക് നിന്നോട് ചെയ്തതവൻ ദൈവത്തെ ഭയപ്പെടാതെ വഴിയിൽ നിന്റെ നേരെ വന്ന് നീ ക്ഷീണിച്ചും തളർന്നു ഇരിക്കുമ്പോൾ നിന്റെ പിന്നണിയിലടക്കം ബലഹീനതയൊക്കെയും സംഹരിച്ച് കളഞ്ഞ കാര്യം തന്നെ ഓർക്കണം. ഓടിച്ചു പറയാം. ഇസ്രയേലും പുറപ്പെട്ടു വരിക, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് മറുകര കയറി വന്നപ്പോൾ ഇവർക്ക് വിരോധമായി വന്ന ശക്തി അമാലേക്ക് വഴിയിൽ വെച്ചു. ആരാണ് ഈ അമാലേക്ക്? ഉൽപ്പത്തി 36:12. ഇനി കമ്പിവാചകം പോലെ പോകാം. ഉൽപ്പത്തി 36:12. ആരാണ് അമാലേക്ക്? വായിക്കൂ. ഒന്നും അല്ല. 36:12. ആ താളിഞ്ഞോട്ട് മറിക്കുമ്പോ ഇടത്ത് വശത്ത് മേളില് തിമ്നാന്ന് വായിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. എനിക്ക് തോന്നി ഇച്ചിരി നേരം മിണ്ടാതിരുന്നത് മായും ന്യായം കൂടെ വന്നപ്പോ ഒരു തപ്പല് അതങ്ങനെ ഒപ്പിക്കുമെന്നായിരിക്കും. അങ്ങനെ വായിക്കരുത്. തിമ്ന എന്നവൾ ഏശാവിന്റെ മകനാകുന്ന എലീഫാസിന്റെ വെപ്പാട്ടിയായിരുന്നു. അവൾ എലീഫാസിനെ അമാലേക്കിനെ പ്രസവിച്ചെന്ന്. അപ്പൊ ആരാണ് ഈ അമാലേക്ക്? ഏശാവിന്റെ കൊച്ചുമകൻ. അപ്പൊ ഈ വടിയാത്രയിൽ വന്ന ശക്തി അമാലേക്ക്. ആരാലേക്ക്? ഏശാവിന്റെ കൊച്ചുമകൻ. ഏശാവിന്റെ മകനാകുന്ന എലീഫസിനെ
തന്റെ വെപ്പാട്ടിയാകുന്ന തിമ്നയിൽ നിന്ന് ജനിച്ച സന്തതി അമാലേക്ക്. അമാലേക്ക് വാക്തത്വ സന്തതിയല്ല, ജഡീക സന്തതിയാണ്. അപ്പോൾ അമാലേക്ക് എന്ന് പറഞ്ഞാൽ ജഡമാണ്, വാക്തത്വമല്ല, ജഡം. അപ്പൊ രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു വരുന്ന ദൈവമക്കൾക്ക് വഴിയിൽ വരുന്ന ഒന്നാമത്തെ പോരാട്ട ശക്തി, നശിപ്പിക്കാൻ വരുന്ന പോരാട്ടമാണ് അമാലേക്ക്. ഇതെന്തിനെ കാണിക്കുന്നു? ജഡത്തെ. ഇനി എവിടെ വെച്ചാണ് ഈ അമാലേക്ക് വന്നത്? പുറപ്പാട് 17:8. പെട്ടെന്ന് വായിക്കണം. എവിടെ വെച്ച് അമാലേക്ക് വന്നു? പുറപ്പാട് 17:8. രബീരിമിൽ വെച്ച് അമാലേക്ക് വന്നു. അപ്പൊ വന്നത് എവിടെ വെച്ചാ? രബീരിമിൽ. നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ, ഓടിച്ചാ പോകുന്നേ. അപ്പം ശ്രദ്ധിച്ചിരുന്നോണം. വഴി വെച്ച് നശിക്കരുത്. വഴികൾ നശിപ്പിക്കാൻ വരുന്ന ശക്തികളുണ്ട്. അതിലൊന്നാമത്തെ ശക്തിയാണ് അമാലേക്ക്. എന്തിനെ കാണിക്കുന്നു? ജഡത്തെ. എവിടെ വെച്ച് വന്നു? രബീരിമിൽ വെച്ച്. എതിലേക്കൂടെ വന്നു? എതിലേക്കൂടെ? പുറകെ കൂടെ കയറി വന്നേ. അവിടെ വായിക്കുന്നുണ്ട്, ആവർത്തനം 25:17, നിന്റെ പിൻപിൽ പിന്നണിയിലുള്ള. എങ്ങനെ? പിൻപിൽ. അപ്പൊ വന്ന എതിലേക്കൂടാ? പുറകിക്കൂടെ. ഈ പുറകിക്കൂടെ വരാൻ കാര്യം എന്നാ? അവിടെ എഴുതിയിട്ടുണ്ട് പുറകിക്കൂടെ വരാൻ കാര്യം. ക്ഷീണിച്ചും തളർന്നും പോയ ആൾക്കാർ എവിടെ ഇരിപ്പുണ്ട്? പുറകില്. ഇപ്പൊ മനസ്സിലായോ? പുറകിരിക്കുന്നവരാര്? ഇവിടെ അല്ല, ഉണങ്ങി പോകരുത്. ഇസ്രായേലിന്റെ കാര്യമായി പറഞ്ഞു വരുന്നത്. അപ്പൊ പുറകിൽ കുറെ ആൾക്കാർ ഇരിപ്പുണ്ട്. എങ്ങനെയുള്ളവരാ? ക്ഷീണിച്ചും തളർന്നും പോയവര്. അപ്പൊ ശ്രദ്ധിച്ചേ, വടിയിലുള്ള പോരാട്ടമാണ് അമാലേക്ക്. എന്തിനെ കാണിക്കുന്നു? ജഡത്തെ. എതിലേക്കൂടെ വന്നു? ദബീരി വെച്ച് വന്നു. എതിലേക്കൂടെ വന്നു? പുറകിക്കൂടെ വരാൻ കാര്യം ക്ഷീണിച്ചും തളർന്നും പോയവര്. ഇനി എന്നുവരെ ഈ പോരാട്ടം കാണും അമാലേക്ക്? പുറപ്പാട് 17:16 വായിച്ചേ. തലമുറയായിട്ട് യുദ്ധമുണ്ടെന്ന. അപ്പൊ എങ്ങനെ? തലമുറ എന്ന് പറഞ്ഞ മരണം വരെ ഈ പോരാട്ടമുണ്ട്. ഒന്നെങ്കിൽ കാകളം തോന്നും ചെടുക്കപ്പെടണം, ഇല്ലെങ്കിൽ കർത്താവിൽ നിദ്ര പ്രാപിക്കണം. അതുവരെ ആ ജഡത്തിന്റെ പോരാട്ടം. കാരണം ഈ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് ഇതുവരെ നടന്നിട്ടില്ല. ഇത് മൺമയമല്ലേ? പഞ്ച ഇന്ദ്രിയങ്ങളാൽ നിർമ്മിതവും പഞ്ചഭൂതവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുക. അതുകൊണ്ട് ഈ ശരീരത്തില് ആഗ്രഹങ്ങള്, മോഹങ്ങള്, ഇച്ഛകള് ഒക്കെ ഒത്തിരി ഉണ്ട്. ഈ 2-3 മണിക്കൂർ തന്നെ വളരെ ബുദ്ധിമുട്ടിയായി ഇതിനകത്ത് ഇരിക്കുന്ന. അങ്ങോട്ടൊന്ന് ഇറങ്ങാൻ ഇരിക്കുക. കുറ്റമല്ല. അപ്പൊ ശ്രദ്ധിച്ചേ, അമാലേക്കിന്റെ പോരാട്ടം വഴിയില് എന്തിനെ കാണിക്കുന്നു? ജഡത്തെ. എന്നുവരെ ഉണ്ട്? മരണം വരെ. എവിടെ വെച്ച് വന്നു? രബീരിന്. എതിലേക്കൂടെ വന്നു? പുറകിക്കൂടെ വരാൻ കാര്യം ക്ഷീണിച്ചും. ഇനി ക്ഷീണിക്കാനും തളരാനും കാരണമാണ് ഭക്ഷണമില്ലാഞ്ഞിട്ടല്ല. നല്ല ഭക്ഷണം അവിടുത്തെ മന്ന. രാവിലെ അപ്പവും വൈകുന്നേരം ഇറച്ചി, അടിക്കപ്പെട്ട പാറയിൽ നിന്ന് നല്ല വെള്ളവും. അപ്പം ഭക്ഷണവും വെള്ളവും ഒന്നും ഇല്ലാഞ്ഞിട്ട് ക്ഷീണിച്ചതല്ല. ക്ഷീണിക്കാൻ ഒത്തിരി കാര്യമുണ്ട്. അതെല്ലാം പറഞ്ഞാൽ വെളുക്കോളം പറഞ്ഞു നിൽക്കാനുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ചിലരിരുന്നും തരും. ഒത്തിരി ഉണ്ട് ക്ഷീണിക്കാൻ, ഒത്തിരി കാര്യം. പ്രധാനമായ ഒരു കാര്യം പറഞ്ഞു നിർത്താം. ക്ഷീണിക്കാനുള്ളതിന്റെ പ്രധാന കാരണം ഭക്ഷണമില്ലാഞ്ഞിട്ടല്ല, മന്ന കൊടുത്തു. മന്നയെ പറ്റി വായിക്കുന്ന ശക്തിമാന്മാരുടെ അപ്പം, മല്ലന്മാരുടെ ഭക്ഷണം. ദൂതന്മാർക്ക് ദൈവം കൊടുത്ത ബ്രെഡായിരുന്നു മന്ന. നല്ല ഭക്ഷണമാണ്. മന്നയെ പറ്റി 3 സ്ഥലത്താണ്. പുറപ്പാട് 16:31, സംഖ്യ 11:8, സംഖ്യ 21:4. വേഗത്തിൽ വായിക്കും. പുറപ്പാട് 16:31. താളിഞ്ഞോട്ട് മറിക്കുമ്പോൾ ഇടത് വശത്ത് മേളില് ഇസ്രായേലിന് ആ സാധനത്തിന് മന്ന എന്ന് പേരിട്ടത് കൊത്തമ്പാലിന് പോലെയും വെള്ള നിറമുള്ളതും തേൻ കൂട്ടി ചേർത്ത ദോശ കൊടുത്തു രുചിയുള്ളതെന്നാണ്.
ഇനി സംഖ്യ 11:8. ഇച്ചിരി വേഗത്തിൽ നടക്കില്ലെങ്കിൽ ഇന്ന് പോയി പറ്റുണ്ടാകില്ല. ജനം നടന്നു പെറുക്കി തിരികല്ലിൽ പൊടിച്ചിട്ടോ ഉരുളിലിടിച്ചിട്ടോ കലത്ത് പുഴുങ്ങിയോ അപ്പം ഉണ്ടാക്കോ അതിന്റെ രുചി എണ്ണ ചേർത്തുണ്ടാക്കിയ ദോശ. ഇനി സംഖ്യ 21:4. ചുറ്റി പോകുവാണെന്ന് ചേർത്ത് വായിച്ചോ. ചുറ്റി എന്താ അവിടെ ഒരു ചുറ്റല്? ഒന്നുകൂടെ വായിച്ചോ. പിന്നെ അവർ ഏതോ ദേശത്തെ ചുറ്റിപ്പോകുവാൻ ഹോർ പർവ്വതത്തിങ്കിൽ നിന്ന് ചെങ്കടൽ യാത്ര പുറപ്പെട്ടു. വഴി നിമിത്തം ജനത്തിന്റെ മനസ്സ് ക്ഷീണിച്ചു. ജനം ദൈവത്തിന് മോശത്തിന് വിരോധമായിട്ട് സംസാരിച്ചു. മരുഭൂമിയിൽ മരിക്കേണ്ടതിന് നിങ്ങൾ ഞങ്ങളെ മിസ്രയീം ദേശത്ത് കൊണ്ടുവന്ന എന്തിന്? ഇവിടെ അപ്പവുമില്ല വെള്ളവുമില്ല, ഈ സാരമില്ലാത്ത ആഹാരം ഞങ്ങൾക്ക് എങ്ങനെ ഉണ്ടാകും? പ്രാരംഭത്തിൽ തേൻ ചേർത്ത ദോശ. അതിന് കാരണം ഒന്ന്, മേളിൽ നിന്ന് വീണതാ മന്ന. മേളിൽ നിന്ന് വന്ന ഒരുവനേ ഉള്ളൂ, യേശുക്രിസ്തു മാത്രം. രണ്ട്, ഈ മന്ന ചെറുത് കൊത്തമ്പാലരി പോലെ ചെറുതാ. ക്രിസ്തുവേശുവിന് നടല. കാരണം വലിയവനായ ദൈവം എന്നെയും നിങ്ങളെയും രക്ഷിപ്പാൻ ചെറുതായിട്ട്. ദൈവത്തിന്റെ വലിപ്പഭാവത്തിൽ ഇങ്ങോട്ട് വന്ന ആർക്കാ അടുത്ത് ചെല്ലാനോ എന്താനോ? ദൈവമാകുമ്പം അങ്ങ് ദൈവം ചിന്തിക്കുക, ഞാൻ ദൈവമായിട്ട് അങ്ങോട്ട് അങ്ങ് ചെല്ലുക. എന്റെ ഒരു ഭാവനയാ, ഒരു 50 തലയും ഒരു 500 കയ്യും 10-150 കാലും പർവ്വത സമമായ ഒരു ശരീരവും ഒക്കെ ആയിട്ട് ഇങ്ങോട്ട് പുള്ളി വന്നാൽ നമുക്ക് വല്ലതും ചെല്ലാൻ പറ്റുമോ? കാണാൻ പറ്റുമോ? ദൈവത്തെ കാണണമെങ്കിൽ നമ്മൾ വണ്ടി പിടിക്കണം. കാരണം മൊത്തം കണ്ടുവരണ്ടേ. പണ്ട് സ്കൂളിൽ പഠിച്ചതല്ലേ ഇത്? ഒരാള് അങ്ങ് വളർന്ന് അതിനെപ്പറ്റി പണ്ട് കണ്ടതാ. പൂ പറിക്കാൻ ഒരാൾ പോയപ്പം വഴിയിൽ ഒരു കുരങ്ങൻ കിടക്കുന്നു. അപ്പം പുള്ളി ഇങ്ങോട്ട് ചെന്നപ്പം ആരാ? അത് തന്നെ പറഞ്ഞു. ഭാര്യയ്ക്ക് വേണ്ടി പോയ പൂ പറിക്കാൻ കുരങ്ങൻ വഴി കിടക്കുന്നു. അപ്പം കുരങ്ങനോട് പറഞ്ഞു, മാറ. ആക്ഷേപിച്ചായി പറഞ്ഞത്. ചാട്ടത്തിൽ നിന്നും പഠിച്ചു പോയോ, നിന്റെ കൂട്ടത്തിൽ മറ്റാരും ഇല്ലാത്തത് എന്തോടും എന്നൊക്കെ ചോദിച്ചിട്ട് ആക്ഷേപിച്ചു. നാട്ടിൽ പ്രഭുക്കളെ കണ്ടാൻ അറിയാത്ത കാട്ടിൽ കിടക്കുന്ന കിടക്കണം. അപ്പം കുരങ്ങനെ പറഞ്ഞ ഒരു കാര്യം ചെയ്യേ, അയ്യ ആ കയ്യിലിരിക്കുന്ന ആയുധം ഉണ്ടല്ലോ, ജത എടുത്ത് വാലങ്ങോട്ട് മാറ്റി വെച്ചൊന്ന് പൊക്കോളാൻ പറഞ്ഞു. എന്നാ ഇവനുമായിട്ട് ഒന്നാതെ പരുവക്കെടി കിടക്ക ഓടക്കണ്ടെന്ന് പറഞ്ഞ പുള്ളി ജത എടുത്ത്